أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على محمد وعلى آل محمد وبارك وسلم إنك حميد مجيد. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ നമ്മൾ വായിക്കുന്നു, അള്ളാഹുവിൻ്റെ ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഉയർത്തുന്ന മജ്ലിസുകളിൽ അവന്റെ മലക്കുകൾ ഇറങ്ങുന്നുവെന്ന്. ഇന്ന് മലക്കുകളെ കുറിച്ചുള്ള ഒരു മജ്ലിസാണ്. മലക്ക് എന്താണെന്നാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെങ്കിലും ഞാനൊരു ചെറിയ സാധ്യതയെ മാത്രം പരിഗണിച്ചുകൊണ്ട് പറയാണ്, നമ്മളിൽ 99% ആളുകൾക്കും മലക്ക് എന്താണെന്ന് അറിയുകയില്ല. അതെങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ, മലക്കിലുള്ള വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഒരു നിമിഷ നേരത്തേക്ക് മലക്കിലുള്ള വിശ്വാസം ഇല്ല എന്ന് കരുതുക. അപ്പോൾ നമുക്ക് എന്താണ് നഷ്ടം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിമിഷ നേരം മലക്ക് എന്നൊരു സംഗതിയിൽ ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് നഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, എന്ത് കുറവാണ് വരുന്നത് എന്ന് സ്വയം ആലോചിച്ച് നോക്കിയാൽ, കുറവ് വരുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മലക്കുകളെ കുറിച്ച് അത്രയും പേരുണ്ട്, പ്രത്യേകിച്ച് കുറവൊന്നും വരികയില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ മലക്കുകളെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം വളരെ തുലം കുറവാണ് എന്ന കാര്യം മനസ്സിലാക്കാവുന്നതാണ്. സാധാരണ നമ്മൾ ചർച്ച ചെയ്യാറുള്ള സബ്ജക്റ്റുകൾ, വിഷയങ്ങളിൽ ഇപ്പം ഇസ്ലാഹ് നഫ്സ്, നഫ്സിനെ കുറിച്ചുള്ള നമ്മുടെ ആത്മസംസ്കരണം, അത് നമ്മൾക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് നമുക്ക് പല പ്രശ്നങ്ങളും സ്വയം ഉണ്ടാവുന്നുണ്ട്, അതിനുള്ള ഉത്തരങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മളെക്കുറിച്ച് തന്നെ പലപ്പോഴും വിഷയത്തിൽ ചർച്ചയിൽ വരാറുണ്ട്. അത് നേർക്ക് നേരെ നമുക്ക് ബന്ധമുള്ളതുകൊണ്ട് അത് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും, ശ്രദ്ധ മാറിയാലും സംഗതി നമ്മുടെ കയ്യിലുണ്ടായില്ല. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തികച്ചും വ്യത്യസ്തമായ ഒന്നായതുകൊണ്ട് പൂർണ്ണമായിട്ടും ആദ്യന്ത്യം ശ്രവിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ ആരംഭത്തിൽ തന്നെ പറയാം. സാധിക്കുന്ന ആളുകൾ എഴുതി വെക്കുന്ന, നോട്ട് ചെയ്യുന്ന സ്വഭാവക്കാരുണ്ടെങ്കിൽ ഓർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതാണ്. കടലാസോ പെന്നോ എടുത്ത് നോട്ട് ചെയ്താൽ നല്ലതാണ്. അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഓർമ്മല്ലാത്തൊരു അവസ്ഥ ഉണ്ട്. അത് സാധിക്കുന്നവർ, ഹദരത്ത് ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങോട്ട് പോയി. 3 ദിവസം ക്ലാസ് എടുക്കുമ്പോഴും അദ്ദേഹം ഒന്നും മിണ്ടാതെ ക്ലാസ് പോകും, തിരിച്ചു വരും. അപ്പൊ ഇമാം മാലിക്കിന്റെ സ്വഭാവം എന്ത് പറയുന്നത് എഴുതിയെടുക്കാത്ത, കോപ്പിയും പെന്നും ഇല്ലാത്ത ആരോട് ഇരിക്കരുതെന്നാണ്. 3 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കാണാതിരുന്നപ്പോഴേ, നീ എന്തിനാണ് കുട്ടിയെ വന്നതെന്ന് ചോദിച്ചു. അപ്പൊ പഠിക്കാൻ വന്നതെന്നോ. എന്നിട്ട് പെന്നും പെൻസിലൊന്നും ഇല്ലല്ലോ, എന്താന്ന് ചോദിച്ചു. എനിക്ക് ഓർമ്മ നിൽക്കാറുണ്ടെന്ന്. അപ്പൊ 3 ദിവസം എന്നാ പഠിപ്പിച്ചത് പറയുന്നു പറഞ്ഞു. 3 ദിവസം പഠിപ്പിച്ച കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു തല മുതൽ അങ്ങേ തല വരെ 3 ദിവസം പഠിപ്പിച്ചത് മുഴുവൻ എടുത്ത് പറഞ്ഞു. അപ്പൊ നോട്ട് ചെയ്തു വെച്ചിരുന്ന അന്നത്തെ ശിഷ്യന്മാര് അതിനെക്കുറിച്ച് നിവേദനം ചെയ്താണ്. അവരുടെ നോട്ട് തിരുത്തിയത് ഇദ്ദേഹത്തിന്റെ ഈ രണ്ടാമത് എടുത്തു പറഞ്ഞപ്പോൾ അതിൽ നിന്നാണ്. അങ്ങനെ ചില ആളുകൾക്ക് ഹാഫിള്, അത് പിന്നെ ഓർക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ഞാൻ അതിനെ അല്ല ചോദ്യം ചെയ്യുന്നത്. പക്ഷെ പൊതുവെ നമ്മൾ എത്ര അവയവങ്ങൾ ഒരു കാര്യം ഓർക്കുന്നതിന് വേണ്ടി പണിപെടുന്നോ അത്രയും കൂടുതൽ അത് ഓർമ്മയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി പ്രധാനമായും മലായിക്കത്തുള്ള അഥവാ അള്ളാഹുവിന്റെ മലക്കുകൾ എന്ന് പറയുമ്പോൾ
മലക്കിനെ കുറിച്ചുള്ള വിശ്വാസം ഏതെല്ലാം വിധത്തിലാണ് നമ്മളിലുള്ളത് എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം നമ്മളെക്കുറിച്ച് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഈമാൻ കാര്യങ്ങളിലുള്ളതാണ്. ഈമാൻ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനപരമായി നമ്മൾ കാഫിറോ മുസ്ലിമോ എന്ന് തീരുമാനിക്കുന്ന കാര്യമാണ്. അതിലെ പ്രവാചകന്മാരെ നിഷേധിച്ചാൽ കാഫിറാവും. തഖ്ദീർ, ഖൈർ, ഷർ, നന്മ തിന്മകളെ കുറിച്ചുള്ള നിർണയം അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക, അത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഒരാൾ കാഫിറാവും. അള്ളാഹുവിനെ വിശ്വസിച്ചിട്ടില്ലെങ്കിലും കാഫിറാവും. ഈമാൻ കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യം വിട്ടുപോയാൽ ആ വിശ്വാസം ശരിയല്ലെങ്കിൽ നമുക്ക് മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല, മുഅ്മിനായി ജീവിക്കാൻ തീരെയും സാധ്യമല്ല. അതേപോലെ മലക്കുകളിലുള്ള വിശ്വാസം നാം കളയുകയാണെങ്കിൽ, മലക്കുകളിലെ വിശ്വാസം നമുക്കില്ലെങ്കിലും നമ്മൾ യഥാർത്ഥ മുഅ്മിനോ വിശ്വാസിയോ ആയി ജീവിക്കാൻ സാധ്യമല്ല. അതേസമയത്ത് ചില ആളുകൾ പ്രശ്നമില്ല എന്ന് കരുതാറുണ്ട്. ഖലീഫത്ത് മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല ഒരിക്കല് ആഫ്രിക്കയിലെ ഗാനയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഹാമിസ് അയ്യദുല്ലാഹു തആല ബിൻ അസീസ് റാബിയൽ ഹാമിസ് ഒരു ഭ്രാന്തന്റെ കയ്യില് എപ്പോഴും ഹുസൂറിനെ കാണുമ്പോൾ പൈസ വയ്ക്കും, കയ്യിൽ എന്തെങ്കിലും പൈസ കൊടുക്കും. ഒരു ദിവസം അയാൾ പറഞ്ഞു, എനിക്കൊന്ന് പൈസ ഒന്നും വേണ്ട, ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്ന്. ഹുസൂർ ഖുത്ബയില മറ്റോ വിവരിച്ചാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ എന്റെ ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്ന്. അപ്പൊ അത് എണ്ണിക്കൊണ്ടിരിക്കണം. അപ്പൊ ഹുസൂർ എത്തി നോക്കുമ്പോൾ സിഗരറ്റിന്റെ പാക്കറ്റിന്റെ ബാക്കി കടലാസൊക്കെ കൂടെ കട്ട് ചെയ്തിട്ട് നോട്ടാക്കി പിടിച്ചിട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാളെ കണക്കിൽ അത് നോട്ടാണ്. ഇതേപോലെ നമ്മൾ വിശ്വാസ കാര്യങ്ങളിൽ അതാണ് ഇതാണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് കണക്കുണ്ടെങ്കിൽ നമ്മൾ വേറെന്തോ വിശ്വസിച്ചിട്ട് നമ്മൾ റെഡിയാണെന്ന് വിചാരിക്കും, പക്ഷേ ചെല്ലുന്ന സ്ഥലത്തേക്ക് കാണില്ല. അതല്ലെങ്കിൽ അതിന്റെ വിശ്വാസം എന്താണെന്ന് മനസ്സിലാവില്ല. ഇനി ഈമാൻ കാര്യത്തിൽ വിശ്വസിക്കുന്ന കാര്യം, ഇപ്പൊ ഹിമാലയം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഹിമാലയം ഇല്ല എന്ന് വിശ്വസിച്ചാലും ഒന്നും വരാൻ പാടില്ല. വൈജ്ഞാനികമായ ഒരു കാര്യത്തെ നിഷേധിക്കുന്നുവെങ്കിലും അതേപോലെ മലക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നു, ഇല്ല എന്ന് വിശ്വസിച്ചാലും പ്രശ്നമൊന്നുമില്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആണെങ്കിൽ നമ്മളുടെ വിശ്വാസത്തെ അപഗ്രഥനം ചെയ്യേണ്ടതുണ്ട്. നാം അതിന്റെ യഥാർത്ഥ വശത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. വിശ്വാസത്തിന് ഒരു ഫലമൊക്കെ കിട്ടും, പക്ഷേ ഓരോ വിശ്വാസത്തിനും അതിൻ്റെതായ ഫലമുണ്ട്. അപ്പൊ അള്ളാഹുലുള്ള വിശ്വാസമാണെങ്കിൽ അള്ളാഹ് ഒരു പ്രശ്നത്തിൽ വരുമ്പോൾ എന്റെ റബ്ബ് സഹായിക്കുമെന്നൊരു ഉറപ്പുണ്ടാവും. അല്ലെങ്കിൽ ഒരു തിന്മ ചെയ്യുമ്പോൾ അള്ളാഹ് നമ്മെ ശിക്ഷിക്കുമെന്നുള്ള ഉറപ്പുണ്ടാവും. നന്മ ചെയ്യുമ്പോൾ അതിന്റെ ഫലം കിട്ടുമെന്നുണ്ടാവും. നന്മ തിന്മകളെ കുറിച്ചുള്ള വിധി, തഖ്ദീർ അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഒരു തക്കതായ പ്രതിഫലം ഉണ്ടെന്നുള്ള ഒരു ഓർമ്മ നമുക്കുണ്ടാവും. അങ്ങനെ നമ്മളുടെ വിശ്വാസത്തിൽ അതിന്റെ ഭാഗമുണ്ട്. പ്രവാചകന്മാരിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിശ്വസിച്ചനുസരിച്ച് നമുക്ക് അതുകൊണ്ട് ഗുണമുണ്ട്. ഗ്രന്ഥത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് കിട്ടുന്ന കാര്യങ്ങളുണ്ട്. ഇതേപോലെ മലക്കുകളിൽ വിശ്വസിച്ചാൽ എന്താണ് നമുക്ക് കിട്ടുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. അത് അറിയാതെയുള്ള വിശ്വാസം പൂർണ്ണമാകുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ആയി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പക്ഷെ ആ രംഗത്ത് നാം പരിശോധിക്കുമ്പോഴുള്ള ഒരു പ്രയാസം, എല്ലാ രംഗത്തെയും കൈകാര്യം ചെയ്ത പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. അതേസമയത്ത് മലക്കുകളെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ കിട്ടാനില്ല. പൂർവകാല പണ്ഡിതന്മാർ, സൂഫികളായിട്ടുള്ള ആളുകൾ മലക്കുകളെ കുറിച്ച് അവരുടെ അനുഭവ വേദിതമായ കഥകളും അതിനെക്കുറിച്ച് അവരുടെ വീക്ഷണങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നല്ലാതെ ആധുനിക കാലത്ത് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളെക്കുറിച്ച് എഴുതാറുണ്ട്, പക്ഷെ മലക്കുകളെ കുറിച്ച് ആരും എഴുതാൻ ധൈര്യപ്പെടാറില്ല. അതിനെക്കുറിച്ച് ഒരു ബുക്ക് നമ്മുടെ മലയാളത്തിലുണ്ട്, പക്ഷെ മലക്കല്ല. വായിച്ചിട്ട് മലക്കാണെന്നാലും കരുതും വേണ്ട. അത് ക്ലാസ്സിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ, കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ഖലീഫത്ത് മസീഹ് സാനി നമുക്ക് വിവരിച്ചു തന്നതിന്റെ അടിസ്ഥാനത്തിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ 1-2 ഉദ്ധരണികൾ അതിലുണ്ട് എന്നതിലുപരി മലക്കുകൾ ഒരു മാധ്യമം, അതെങ്ങനത്തെ മാധ്യമമാണ് എന്താണെന്നുള്ളതൊക്കെ പിന്നീട് നമ്മൾ പഠിക്കേണ്ടതാണ്. പക്ഷെ പൊതുവെ മലക്കുകളെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം കിട്ടാനില്ല. ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും ഹദീസുകളിൽ മലക്കുകളെ കുറിച്ച് പലതും പരാമർശിക്കുന്നുണ്ട്. അതേപോലെ വിശുദ്ധ ഖുർആനിലും പല പരാമർശങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ 1400 കൊല്ലങ്ങൾക്ക് ശേഷം ഇടയിൽ സൂഫി വര്യന്മാരായ മുഹീദ്ദീൻ ഇബ്നു അറബി, അതേപോലെ തന്നെ ഇമാം ഗസാലി, അങ്ങനെ ചില
പണ്ഡിതന്മാർ എഴുതിയ പുസ്തകങ്ങൾ ഒഴികെ മറ്റാരും അതിനെക്കുറിച്ച് വലിയ ഗവേഷണങ്ങൾ നടത്തിയോ ഇല്ല അറിയില്ല. പുസ്തകങ്ങൾ കാണാനാണ്. പിന്നുള്ളത് മസീഹ് മദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗസീഹ് മറാം, ആയിനെ കമാലത്തെ ഇസ്ലാം, ഹക്കീക്കത്തുൽ വഹി തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങളിലാണ് മലക്കുകളെ കുറിച്ചുള്ള ഒരു പഠിക്കാനുള്ള പരാമർശങ്ങൾ, അതിന് തക്കതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. ഇത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു നമ്മളോട് ചെയ്ത വളരെ വലിയൊരു ഔദാര്യമാണ്. വിശ്വാസപരമായിട്ട് നാം വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരാമർശിക്കുക എന്ന് മാത്രമല്ല, വിശദമായിട്ട് അതിന് ഉറുദു പറയും സേർക്കുൻ ബഹസ്, അതായത് എല്ലാ വിധത്തിലും മതിയായ നിലയിൽ ഒരു പൂർണ്ണമായിട്ടുള്ള വിശദീകരണത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ, ഇതിന്റെ കാഴ്ചപ്പാട്, ഖുർആന്റെ കാഴ്ചപ്പാടും ഹദീസിന്റെ കാഴ്ചപ്പാടും നമ്മോട് മുമ്പ് വെച്ചിട്ടുള്ളത്. പക്ഷെ അതേസമയത്ത് ഖലീഫത്തുൽ സാനിയുടെ സ്വഭാവം അനുസരിച്ച് എന്തൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴും അതുവരെയുള്ള മറ്റ് അറിവുകൾ, ഈ വിഷയത്തിൽ മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്ന അറിവുകൾ എന്താണ് എന്ന് പറഞ്ഞ് അതിനപ്പുറത്താണ് സാനി റളിയല്ലാഹു തആല അൻഹു തന്റെ വിഷയം അവതരിപ്പിക്കാറുണ്ട്. ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് എന്ത് പറയുന്നു, യഹൂദികൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു, സൊറാസ്ട്രർ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു, ഹിന്ദുമതം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നെല്ലാം ആദ്യം നമ്മുടെ മുമ്പാകെ വെച്ച് അതിനുശേഷം അതല്ലാത്ത മറ്റൊരു കാര്യം ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള വശം എന്താണ് എന്ന് ഖലീഫത്തുൽ സാനി വിവരിക്കും. അത് സാനിയുടെ ഒരു പ്രത്യേക ശൈലിയാണ്. അതിന്റെ പിന്നിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ, പേജുകൾ വായിക്കുകയും മണിക്കൂറുകളോളം അതിന്റെ പിന്നിൽ ചെലവഴിക്കുകയും ചെയ്തിട്ടാണ് ഖലീഫത്തുൽ സാനി ഈ കാര്യങ്ങൾ എത്തിക്കാറുള്ളത് എന്ന് ഒരു പ്രഭാഷണത്തിൽ പറയാറുണ്ടായിരുന്നു. ഞാനിന്ന് മലായിക്കത്തുള്ള എന്ന ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ആ ഗ്രന്ഥത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം നിങ്ങളോട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ ആത്മനിഷ്ഠമായ ഒരു സംഗതി ആയതുകൊണ്ട് പലപ്പോഴും ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത ഒരു പ്രയാസം വരികയാണെങ്കിൽ അവിടെ വെച്ച് എന്നോട് ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ ക്ലാസ് നിങ്ങളൂടെ പങ്കെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഏതെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് എന്നോട് ചോദിക്കാവുന്നതാണ്. ഇനി ഇതിൽ വിശ്വസിക്കുമ്പോൾ, മലക്കുകളിൽ വിശ്വസിക്കുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള വിശ്വാസങ്ങളാണ് മലക്കുകളെ കുറിച്ച് ഇന്നുള്ളത് എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. മുസ്ലിങ്ങളിൽ അധികം ആളുകളും മലക്കുകളിൽ വിശ്വസിക്കുന്നു എങ്കിലും മലക്കുകൾ എന്താണ് എന്ന കാര്യത്തിൽ വളരെ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനത്തിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ച വിശ്വാസങ്ങളാണ്. ഉദാഹരണമായി ഹാറൂത്ത് മാറൂത്ത് രണ്ട് മലക്കുകൾ പൊട്ടക്കിണറ്റിൽ കെട്ടിത്തൂക്കിയിരിക്കുകയാണെന്നാണ് തഫ്സീറുകളിലുള്ളത്. ഇബ്നു കസീറിലുണ്ട്, അതേപോലെ തന്നെ പല തഫ്സീറുകളിലുണ്ട്. അതിലെഴുതാൻ കാരണം ഞാൻ ഹൈദരാബാദിലെ മ്യൂസിയത്തിൽ പോകുമ്പോൾ അവിടെ ഒരു പടം കണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ തബ്ലീഗിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ തബ്ലീഗിന് ജനങ്ങള് എഴുതി കാര്യങ്ങൾ പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുമ്പോഴേ പടങ്ങൾ വരച്ചുകൊണ്ട് സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ ഒരു സന്ദേശം ജനങ്ങളുടെ ഇടയിൽ കൊടുത്തത് ഹാറൂത്ത് മാറൂത്തിനെ ബാബിലോണിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കിണർ ഉണ്ടാക്കി ആ കിണറിന്റെ ഉള്ളിൽ തലകീഴായി കെട്ടിത്തൂക്കിയ ഒരു പടവും ഞാൻ അവിടെ മ്യൂസിയത്തിൽ കാണുകയുണ്ടായി. അപ്പോൾ മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം രണ്ട് മലക്കുകള് ഒരു നീണ്ട കഥയാണ്, ഞാനതിലേക്ക് പോയാൽ എനിക്ക് എന്റെ വിഷയം അവതരിപ്പിക്കാൻ പറ്റില്ല. ഏതായാലും രണ്ട് മലക്കുകൾ കുരുത്തക്കേട് ചെയ്ത് അള്ളാഹ് പറഞ്ഞതിന് എതിരായിട്ട് ചെയ്ത് അതിന് അവർക്ക് ശിക്ഷ കൊടുത്തത് ഒന്നുകിൽ മഹ്ശറിൽ തര ശിക്ഷ, അല്ലെങ്കിൽ ഭൂമിയിൽ തരാ എന്ന് പറഞ്ഞപ്പോൾ ഭൂമിയിൽ മതി എന്ന അവരുടെ ആവശ്യപ്രകാരം ഭൂമിയിൽ കൊടുത്ത ശിക്ഷ കാല് രണ്ടും മേൽക്കോട്ടാക്കിയിട്ട് ഒരു കിണറ്റിൽ, ബാബിലോണിയയിൽ കിണറ്റിൽ കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. ഇനി ഖിയാമത്ത് വരെ അത് അവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. അതേപോലെ ഞാൻ ഇന്നലെ നമ്മൾ ചർച്ചയിൽ വന്നിരുന്നു, ഇബ്ലീസ് മലക്കായിരുന്നു. പിന്നെ മലക്കുകളെ ചിറകുകളും മലക്കുകളെ രൂപങ്ങളും അതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി മനസ്സിലാക്കാനുള്ളത് മലക്കുകൾ ഒരു അള്ളാഹുവിന്റെ സൃഷ്ടി അത് ഭൗതികമായ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. ഭൗതികമായ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്തത് കൊണ്ട് ആരെങ്കിലും അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ മലക്കിന്റെ ഒറിജിനൽ രൂപമല്ല അത് താൽക്കാലികമായി എടുത്ത രൂപമാണ് എന്ന് മനസ്സിലാക്കുക. ഉദാഹരണമായി ജിബ്രീൽ
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന ഒരു സംഭവം ഹദീസിലുണ്ടായിരുന്നു. ഞാനത് മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കുന്നില്ല. വന്ന് ഈമാനും ഇസ്ലാമും എന്താണെന്ന് പഠിച്ചുപോയി. അവർക്ക് ആർക്കും അതിന്റെ മുമ്പ് അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. പക്ഷെ ജിബ്രീലിന്റെ രൂപം അതല്ല. ജിബ്രീൽ അപ്പോൾ സഹാബത്തിന് വെളിപ്പെട്ട ഒരു രൂപം മാത്രമാണ്. അപ്പൊ അതേപോലെ ഒരു രൂപം അവർക്കില്ല. അത് മറ്റ് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത, ആവശ്യം വന്നാൽ ചില രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകളാണ് മലക്കുകൾ. മലക്കിന് അതിന്റെ അസ്തിത്വം ഉണ്ടോ ഇല്ലേ എന്നാണ് ആദ്യത്തെ ചർച്ച. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ പുതിയ ഒരു സ്പിരിച്വലിസം, പുതിയൊരു തത്വശാസ്ത്രവുമായിട്ട് കുറച്ചാളുകൾ വന്നിട്ടുണ്ട്. അഹമ്മദിയ ജമാഅത്തിന് ഇനി തബ്ലീഗ് രംഗത്ത് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് സംവാദങ്ങളും അതിക്രമങ്ങൾ, അവരോടുള്ള തർക്കങ്ങളും വരുമ്പോൾ ഏറ്റവും വലിയ പ്രയാസമായിട്ട് വരുന്നത് ഈ വിഭാഗത്തോടായിരിക്കുമെന്ന് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ഒരിടത്ത് ദീർഘദർശനം ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെ ചില സ്പിരിച്വലിസം ഉൾക്കൊണ്ട ആളുകൾക്ക് അവരുടെ തത്വശാസ്ത്ര പ്രകാരം മനുഷ്യനൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനുഷ്യനിൽ തന്നെ ഉള്ള ചില ശക്തികൾ അവനോട് സംസാരിക്കുന്നതായിട്ട് അവന് തോന്നുന്ന, ഈ ഷൈത്താനി ഇൽഹാമിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ ആ ഒരു തോന്നൽ, അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നതെന്നും അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില മലക്കുകളുടെ പേര് എന്ന് പറഞ്ഞ മലക്കുകളുടെ പേര് കൊടുത്തതാണെന്നും മുസ്ലിം തത്വജ്ഞാനികള എന്ന് പറയുന്ന ആളുകൾ വരെ എഴുതിയിട്ടുണ്ട്. അതൊരു വഹമ, ഒരു വെറും സങ്കല്പം മാത്രമാണ്, യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നില്ല എന്ന് പറയുന്ന ആളുകൾ മുസ്ലിങ്ങളുണ്ട്. അത് ആധുനികമായിട്ട് അവർ പറയുന്നത് അവരുടെ മറ്റ് ജീവിതവും അവരുടെ മറ്റ് ശൈലികളൊക്കെ നമ്മൾ കാണുമ്പോൾ അവർ ആത്മീയതയുടെ പാരമ്യതയിൽ എത്തിയ ആളുകൾ, മുറ്റി നിൽക്കുന്ന ആളുകളാണെന്ന് തോന്നുക. മനുഷ്യന്റെ ജീവിതം അത്രയും സംശുദ്ധമാക്കിയിട്ടാണ് അവർ നടക്കുന്നത്. ആ ഒരു ശുദ്ധീകരണത്തിന്റെ ഫലമായിട്ട് അവർക്കും ഇൽഹാമുണ്ട്. അങ്ങനെ എനിക്കും മുഹമ്മദ് നബിക്ക് എന്ത് തോന്നുന്നോ അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് എന്ത് തോന്നുന്നോ അതേപോലെ ഈ കാലഘട്ടത്തിൽ ആവശ്യമായത് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സ്വാമിയുമായിട്ട് ഒരിക്കൽ വിവാദം നടത്തേണ്ടി വന്നു. ആൾ പറഞ്ഞ ആൾ സംസാരിക്കുന്നത് ഇൽഹാമിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറഞ്ഞത്. മലക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണെന്നാണ് അവരുടെ വിശ്വാസം. ഇതേ വിശ്വാസം മുസ്ലിങ്ങളിലേക്കും സംക്രമിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിഭാഗം ആളുകളും മലക്കുകൾ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുന്നവരല്ല, ദേവീ ദേവതകളെ പോലെയാണെന്ന് പറഞ്ഞ മധുസേവ് അങ്ങനെ എഴുതിയത്. മലക്കുകൾ എന്ന് പറഞ്ഞാൽ ദേവീ ദേവതകളെ പോലുള്ള ഹിന്ദുക്കളുള്ള സങ്കല്പം പോലുള്ള ഒരു സങ്കല്പമാണെന്നാണ്. അപ്പൊ മലക്കുകളെ കുറിച്ച് വികലമായിട്ടുള്ള വിശ്വാസങ്ങൾ പലതുമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ കാര്യത്തിൽ മലക്കുകൾ ഉണ്ട് എന്ന് സ്ഥാപിക്കുക, ഉണ്ടാവാം എന്നുള്ളത് നമുക്കൊക്കെ ഉണ്ട്. ഉണ്ട് എന്നറിയാൻ എന്താണ് മാർഗം എന്നുള്ളതാണ്. അതിൽ ഒരു കാര്യം, ലോകത്ത് ഇന്നേ വരെ വന്ന എല്ലാ സമുദായങ്ങളിലും മലക്കുകളെ കുറിച്ചുള്ള സങ്കല്പമുണ്ട്, സങ്കല്പല വിശ്വാസമുണ്ട്. അതില് ഏറ്റവും നന്നായിട്ട് ഇസ്ലാമിൽ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത്, സൊറാസ്ട്ര മതത്തിലാണ് മലക്കുകളെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിശദീകരണങ്ങളുള്ളത്. അതിൽ വേറെ അധിക കാര്യങ്ങളും മലക്കുകളെ കുറിച്ച് അവർ വിവരിച്ചത് ഇസ്ലാമിൽ വിവരിച്ച, ഖുർആനിൽ വിവരിച്ച, ഹദീസുകളിൽ കാണുന്ന മലക്കുകളുമായിട്ടുള്ള ആ സങ്കല്പങ്ങളും അതിൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങളുമായിട്ട് സാധർമ്മ്യം പുലർത്തുന്ന വിധത്തിലാണുള്ളത്. വളരെയധികം അടുപ്പമുള്ള ഒന്നാണ്, താരതമ്യം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഹിന്ദു മതത്തിലും മലക്കുകളുടെ സങ്കല്പമുണ്ട്. ക്രിസ്ത്യാനിറ്റിയിലും ക്രൈസ്തവതയിലും നമ്മൾ മലക്കുകളെ കുറിച്ചുള്ള ചർച്ച കാണുക. അത് കൂടാതെ യഹൂദ മതത്തിലാണ് ഇപ്പം ഏറ്റവും അധികമുള്ളത്, സൊറാസ്ട്ര മതം. അത് കഴിഞ്ഞാൽ യഹൂദികളിൽ, അത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളിൽ, പിന്നീട് ഹിന്ദുക്കളിൽ. ഇങ്ങനെയുള്ള ഒരു ക്രമത്തിലാണ് മലക്കുകളെ കുറിച്ചുള്ള ഇസ്ലാമിക സങ്കല്പവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മതങ്ങൾ. അതിലെ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു സൊറാസ്ട്ര മതത്തിലെ മലക്കിന്റെ സങ്കല്പത്തെക്കുറിച്ച് എടുത്തു വരിക. കാരണം ഇസ്ലാമുമായിട്ട് സങ്കല്പം ഉള്ളതുകൊണ്ടും നമ്മളതിനെക്കുറിച്ച് പൂർവ്വകാലത്തെ അങ്ങനെ സങ്കല്പം ഉണ്ടെങ്കിൽ ഇല്ലാത്തൊരു സാധനത്തിൽ അങ്ങനെ വിശ്വാസം വരുന്നുണ്ട്. അപ്പൊ മനുഷ്യര് പരസ്പരം ബന്ധപ്പെട്ടത് ഇപ്പോഴാണ്. ഒരു ബന്ധവുമില്ലാതെ ഏതോ കാലത്തുള്ള ജനങ്ങളിൽ ഈ ഒരു വിശ്വാസം ഉണ്ട്, അവരിങ്ങനെയൊക്കെയാണ് വിശ്വസിക്കുക. അങ്ങനെ തന്നെ അവരുമായി ഒരിക്കലും ബന്ധം പുലർത്താത്ത മറ്റൊരു സമുദായത്തിലും അതേ വിശ്വാസം കാണുമ്പോൾ ഇത് ദൈവികമായിട്ട് അവർക്ക് നൽകപ്പെട്ടതാണെന്നും ഈ വിശ്വാസം യാഥാർത്ഥ്യമാണെന്നും മനസ്സിലാവും. അള്ളാഹുലുള്ള വിശ്വാസം തന്നെ ചൈനയിൽ വന്ന ആളാണെങ്കിലും
ഗാനയിൽ ആഫ്രിക്കയിൽ വന്ന ആളാണെങ്കിലും ഓസ്ട്രേലിയയിലുള്ള ആളാണെങ്കിലും ഇന്ത്യയിലുള്ള ആളാണെങ്കിലും ഏഷ്യയിൽ ഏതെങ്കിലും വൻകരകളിൽ വന്ന ആളാണെങ്കിലും അവർ തമ്മിൽ ബന്ധപ്പെടാൻ ഒരിക്കലും സാധിക്കാത്ത കാലഘട്ടത്തിൽ വന്നിട്ടുള്ള പ്രവാചകന്മാർ അള്ളാഹ് ഒന്നാണെന്നാണ് പറയുന്നത്. അപ്പൊ അവര് ബന്ധപ്പെടാതെ ആരാണ് എല്ലാവർക്കും ഒരേപോലെയുള്ള ഒരു തോന്നല് യാദൃശ്ചികമായിട്ട് തോന്നിച്ചത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അപ്പൊ ദൈവാസ്തിക്യത്തിനുള്ള ഒരു തെളിവാണ്. ഇതേപോലെ മലക്കുകളുടെ ആസ്തിക്യത്തിനും ഈ മതങ്ങളിൽ കാണുന്ന ചിന്താഗതികൾ അതിന്റെ ആസ്തിക്യം ഉണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഇത് വൈജ്ഞാനികമായിട്ടുള്ള മറ്റ് അനുഭവവേദിതമായിട്ട് അതിലേക്ക് എത്തണം. നമ്മൾ അതിന്റെ വശങ്ങളിലേക്ക് പോകുമ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാവും. വൈജ്ഞാനികമായി ആണ് നോക്കുമ്പോൾ നമുക്ക് അത് വ്യക്തമായി മനസ്സിലാവുന്നു. സൊറാസ്ട്ര മതത്തിലുള്ള മലക്കുകളെ അവരുടെ വീക്ഷണത്തിൽ 2 ദൈവമാണ് അവർക്കുള്ളത്. ഒരു ദൈവം അന്ധകാരത്തിന്റെ ദൈവവും ഒന്ന് പ്രകാശത്തിന്റെ ദൈവവുമാണ്. ആ പ്രകാശത്തിന്റെ ദൈവത്തിന് ആണ് മലക്കുകളുടെ സങ്കല്പവുമായിട്ട് ഏറ്റവും അടുപ്പമുള്ളത്. അന്ധകാരത്തിന്റെ ദൈവം എന്ന് പറയുന്നത് അഗ്നിയാണ്. അതിനധികം അതിന്റെ പ്രകാശത്തിന്റെ ദൈവത്തിൽ അഗ്നിയാണുള്ളത്. അഗ്നിയിൽ നിന്നാണ് പ്രകാശം വരുന്നത്. അന്ധകാരത്തിന്റെ ദൈവം അതിനോട് എതിർക്കുന്ന പരിപാടിയാണ്. അന്ധകാരത്തിന്റെ ദൈവമാണ് മനുഷ്യനെ മുഴുവൻ ബാക്കി ജീവികളൊക്കെ കൊല്ലുന്നത്. അവസാന കാലഘട്ടത്തിൽ ഈ അന്ധകാരത്തിന്റെ ദൈവവും പ്രകാശത്തിന്റെ ദൈവവും തമ്മിലുള്ള ഒരു സംഘട്ടനം ഉണ്ടാകുമെന്ന്, അവിടെ ആ സംഘട്ടനത്തിൽ മലക്കുകൾ അവരെ സഹായിക്കാൻ ഇറങ്ങുമെന്ന്, പ്രകാശത്തിന്റെ ദൈവത്തെ സഹായിക്കുന്നതിന് വേണ്ടി മലക്കുകളാണ് ഇറങ്ങുക എന്നും ആ മലക്കുകൾ മുഖേന ഒരു വലിയ വിജയം അവർക്ക് ലഭിക്കുമെന്നും അന്ധകാരത്തിന്റെ ദൈവത്തെയും അതിന്റെ ആളുകളെയും ഒന്നിച്ചു കൊന്നൊടുക്കി അതിനുശേഷം ഒരിക്കലും മരണമില്ലാത്തൊരു കാലത്തേക്ക് എത്തുമെന്നുമാണ് സൊറാസ്ട്ര സന്തവസ്ഥ എന്നാണ് അവരുടെ വേദഗ്രന്ഥത്തിന്റെ പേര്. അതായത് പല സ്ക്രിപ്റ്റുകളാണ് അതുള്ളത്. അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ ഇതാണ്. ഇത് നിങ്ങൾ വിക്കിപീഡിയ പരിശോധിക്കുകയാണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവിടെ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. ഇതിന് ആ കാലഘട്ടത്തില് ജിബ്രീലിനെ പോലുള്ള ഒരു മലക്കിനെ കുറിച്ച് ഈ മലക്കുകളുടെ ഉസ്താദ് എന്ന നിലയിൽ വരുന്ന സന്തവസ്ഥയിൽ ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ പേര് ഉമേഷ എന്നാണ്. ഉമേഷ് ഭായി അല്ല, ഉമേഷ. ഉമേഷ് എന്നുള്ള വാക്കിനർത്ഥം ഇർഫാനി എന്നാണ്, അതായത് ദൈവജ്ഞാനി എന്നാണ്. അപ്പം ജിബ്രീൽ കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ ജ്ഞാനമായിരുന്നത് കൊണ്ട് അതിന്റെ പേരും അതിന്റെ അർത്ഥത്തിൽ സാർത്ഥകമായിക്കൊണ്ടാണ് അതിന് പേരും അവർ നൽകിയിട്ടുള്ളത്. ഇതേപോലെ ആശ എന്ന ഒരു മലക്കിനെ കുറിച്ച് സന്തവസ്ഥയിൽ പറഞ്ഞു. ആശ എന്ന് പറഞ്ഞ തഖ്വ എന്നാണ് അതുകൊണ്ട് അർത്ഥം. ആ തഖ്വയുടെ കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി അവരിൽ ഏർപ്പെടുത്തപ്പെട്ട ഒരു ദൈവിക സംവിധാനമാണ് ആശ എന്നുള്ള മലക്ക്. ആശന്റെ കയ്യിലുള്ളത് തീയാണ്. തീയിൽ നിന്ന് വരുന്ന പ്രകാശമാണ് അത് ഹിത്തടങ്ങളിലേക്ക് കൈമാറുന്നത്. മീക്കായില്, നമ്മൾ അറിയുന്ന മീക്കായിലുമായിട്ട് അതിന് താദാത്മ്യമുണ്ട്. മീക്കായിലിന്റെ പ്രവർത്തനങ്ങളാണ് ആശയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അധികവും നമ്മൾ കാണുന്നത്. ഇതേപോലെ ഒരു മലക്ക് മാത്രമല്ല, അല്ലെങ്കിൽ 2 മലക്ക് മാത്രമല്ല, ഇഷ്ടം പോലെ മലക്കുകളെ കുറിച്ചുള്ള പരാമർശവും ആ മലക്കുകൾ സാധാരണ പ്രധാനപ്പെട്ട 6 മലക്കുകളും അവരുടെ കൂടെ വേറെയും ഇഷ്ടം പോലെ മലക്കുകൾ ഉള്ളതായിട്ട് സന്തവസ്ഥയിൽ നാം കാണുന്നു. ഞാനിത് പറഞ്ഞു വരുന്നത് ഏതോ കാലത്ത്, ചരിത്രാതീത കാലം എന്ന് പറയുന്ന ഘട്ടം കഴിയുന്ന ഉടനെ തന്നെയാണ് സൊറാസ്ട്ര മതത്തിന്റെ കാലഘട്ടം. ചരിത്രത്തിന്റെ കാലം തുടങ്ങുന്ന സമയത്ത് തന്നെ അതുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഉള്ള ആളുകളിൽ ഉള്ള മലക്കുകളെ കുറിച്ചുള്ള വിശേഷണങ്ങൾ ഇന്ന് ഇസ്ലാം 1400 കൊല്ലം മുമ്പുള്ള ഇസ്ലാമിൽ പറയുന്ന ആ വിശേഷണങ്ങളുമായിട്ട് ഒത്തുവരും. അപ്പൊ അതൊരു ദൈവികമായിട്ടുള്ള ഒരു ബോധനമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഞാൻ ഇടയിൽ പരാമർശിച്ച ഒരു സംഗതി, അവസാന കാലഘട്ടത്തിൽ ശൈത്താന്റെ യുദ്ധം, ശൈത്താനോടുള്ള യുദ്ധം ഉണ്ടാകുമെന്ന്, ആന്റി ക്രൈസ്റ്റുമായിട്ടുള്ള യുദ്ധമുണ്ടാകുമെന്ന് നമ്മൾ ബൈബിളിൽ കാണും. ദജ്ജാലുമായിട്ടുള്ള ദ്വന്ദ്വ യുദ്ധത്തെക്കുറിച്ച് ഹദീസുകളിൽ കാണും. സന്തവസ്ഥയിലും അന്ധകാരത്തിന്റെ ദൈവവും പ്രകാശത്തിന്റെ ദൈവവും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. അവിടെ
ഒരു പ്രധാന ആളെ അള്ളാഹു അയക്കുമെന്ന് പറയുന്നു. ഈ അയക്കുന്ന ആള് മസീഹെ മുബാറക് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന, അനുഗ്രഹീത മസീഹ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന പേരിലാണ് സന്ദവസ്ഥയിൽ പരാമർശിച്ചിട്ടുള്ളത്. അവരുടെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ അദ്ദേഹത്തിന് ആകാശത്ത് നിന്ന് മലക്കുകളെ ഇറക്കി കൊടുക്കുമെന്ന് പറയുന്നു. അവസാനം ഇവർ തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു വിധത്തിലും രക്ഷപ്പെടാത്തൊരവസ്ഥയിൽ ആകാശത്ത് നിന്ന് മലക്കുകൾ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ദൈവം ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറക്കി കൊടുക്കുക, ആ മലക്കുകൾ മൂലം പിന്നെ യുദ്ധം ചെയ്തിട്ടാണ് ആ ശൈത്താൻ അതിജയിക്കുന്നതെന്ന് കാണുന്നു. ഇടയിൽ ഒരു കാര്യം കൂടെ ഓർക്കട്ടെ. തെദിക്കറയിൽ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, തനിക്ക് അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളോടുള്ള യുദ്ധത്തിന് ആകാശത്ത് നിന്ന് 5 ലക്ഷം മലക്കുകൾ ആവശ്യമുണ്ട് എന്നൊരു കശ്ഫിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുക. ആ കശ്ഫിലുള്ള ദുആക്ക് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകുന്ന മറുപടി കശ്ഫിൽ തന്നെ 5000 മലക്കുകളെ നൽകാം എന്നാണ്. 5 ലക്ഷം ആവശ്യപ്പെടുമ്പോൾ 5000 നൽകാമെന്നാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു പരാമർശം അതിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യം, വിശുദ്ധ ഖുർആനിൽ 5000 മലക്കുകളെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. എണ്ണി പറയുമ്പോൾ മലക്കുകളുടെ യഥേഷ്ടമുണ്ട്, പക്ഷെ മലക്കുകളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞിട്ടുള്ളത് 5000 മലക്കുകൾ എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു സംഗതിയുടെ ഇടയിൽ ഞാൻ ഓർത്തു പോകുന്നത്, ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു 5000 ഭടന്മാരുമായിട്ട് താൻ യുദ്ധം ചെയ്യുന്ന ഒരു കശ്ഫിന്റെ അടിസ്ഥാനത്തിൽ 5000 ആളുകളെ നമുക്ക് വഖഫ് ചെയ്ത ആളുകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല വഖഫ് നൗ പദ്ധതിക്ക് ആഹ്വാനം ചെയ്തത്. അത് 50,000 അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ ആ 5000 മലക്കുകളുടെ സവിശേഷതകളുള്ള ഒന്നുകൂടെ എടുത്തു പറയാം. 3000 ആളുകളാണ്, മലക്കുകളാണ് ഒരു യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായിക്കാൻ ഇറങ്ങിയെന്ന് ഖുർആനിലുണ്ട്. അതിൽ ശത്രുക്കൾ 3000 ആൾക്കാരെ. അപ്പോ ഓരോ ശത്രുവിനും എതിരിൽ ഓരോ മലക്കുകളെയാണ് അള്ളാഹു ഇറക്കിയത്. അതേപോലെ ലോകത്ത് അഹമ്മദിയത്തിന്റെ എതിരിലുള്ള ശക്തിക്ക് മലക്കുകളുടെ സിഫത്തിൽ മുത്തസിഫായി, അഥവാ മലക്കുകളുടെ ഗുണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ മലക്കുകളുടെ ഗുണങ്ങളാൽ മലക്കുകളായി മാറുന്ന ഒരു സൈന്യത്തെയാണ് വഖഫ് മൂലം ഇനി രൂപപ്പെടാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സന്ദേഹമൊന്നുമില്ല. ഞാൻ ഇടയിൽ തെദിക്കറയുടെ ആ പരാമർശം വന്നു, അതോടെ ഖലീഫ സാനിയുടെ റുയയെ ഓർമ്മ വന്നു. ഇക്കൂട്ടത്തിൽ ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് തിരിച്ചു മലക്കുകളുടെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഈ കാര്യത്തിൽ യഹൂദി മതത്തിലും മലക്കുകളെ കുറിച്ചുള്ള പരാമർശം ജിബ്രീലിന്റെ അതേപോലെ തന്നെ കാണുന്നുണ്ട്. അഗ്നിയുടെ മലക്കായിക്കൊണ്ട് അതിനെ വിവരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കലാമ് കൊണ്ട് അഗ്നിമയമായ ശരീഅത്തുമായിട്ട്, അഗ്നിമയമായ ന്യായപ്രമാണവുമായിട്ട് വരുന്നതിനെ കുറിച്ച് ബൈബിളിൽ നാം പരാമർശവും കാണുന്നു. ജിബ്രീലിന്റെ വരവിനെ കുറിച്ചാണ് അതിൽ പരാമർശിച്ചിട്ടുള്ളത്. അതില് റഹ്മത്തിന്റെ മലക്കായിക്കൊണ്ടും കാരുണ്യത്തിന്റെ മലക്കായിക്കൊണ്ടും ജിബ്രീലിനെ ബൈബിളിൽ നാം കാണുന്നു. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തീയിലിടുമ്പോൾ ജിബ്രീൽ ചെന്ന് ഞാൻ നിന്നെ രക്ഷിക്കട്ടെ എന്ന് ദൈവത്തോട് അദ്ദേഹത്തിന് ഞാൻ രക്ഷിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചതായിട്ട് നാം ബൈബിളിൽ താൽമൂദിൽ കാണുന്നു. അവ ജിബ്രീൽ ചോദിക്കുമ്പോൾ അള്ളാഹ് പറയുന്നത് വേണ്ട എന്നാണ്. ഇബ്രാഹിം ഒറ്റക്കാണ് ഭൂമിയിലുള്ളത്, ഞാനും ഒറ്റക്കാണുള്ളവൻ, ഞാനും ഏകനാണ്, ഞാൻ തന്നെ ഇബ്രാഹിമിനെ രക്ഷിക്കും എന്ന് അള്ളാഹ് പറഞ്ഞതായിട്ട് ജൂത ഗ്രന്ഥങ്ങളിൽ നാം കാണുന്നു. ഇത് തന്നെയാണ് ഹദീസിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് കിതാബ് മുസ്ലിമിൽ ഹദീസ് വന്നിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തീയിലിടുമ്പോൾ ജിബ്രീല് താങ്കളെ ഞാൻ രക്ഷിക്കട്ടെ എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചതായിട്ട് ഹദീസിൽ നാം വായിക്കുന്നു. അങ്ങനെ അവര് എന്നെ അള്ളാഹുവിനോട് ഈ കാര്യം പറയട്ടെ, അള്ളാഹുവിനോട് ദുആ ചെയ്യട്ടെ എന്നിങ്ങനെ പലതും ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തെ കുറിച്ച് വളരെ ജിബ്രീൽ ചെന്ന് ചോദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിവരിച്ചിട്ടുണ്ട്. അപ്പൊ യഹൂദികളിലുള്ള അതേ വിശ്വാസം, ജിബ്രീലിനെ കുറിച്ചുള്ള അതേ വിശ്വാസം തന്നെയാണ് ഇസ്ലാമിലും അഥവാ ഹദീസുകളിലും നമ്മൾ കാണുന്നത്.
ഹിന്ദു മതത്തിലും മലക്കുകളെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അതിൽ ചില പ്രത്യേക റൂഹുകൾ, പ്രത്യേക ആത്മാക്കൾ ഉൾക്കൊള്ളുന്നവരാണതെന്നും അതിനെ അവർ പലവിധത്തിലും പൂജിക്കാറുമുണ്ട്. അതിലെ വരുൺ എന്ന് പറഞ്ഞ ഒരു ദേവത, അതിന്റെ ഹിന്ദു മിത്തോളജിക്കുള്ളൊരു അപകടം എന്തെന്ന് വെച്ചാൽ, ഒരു കാലത്ത് ഒരു ദേവതയെക്കുറിച്ച് പരിചയപ്പെടുത്തിയ പുസ്തകങ്ങളുണ്ട്. പിൽക്കാലത്ത് വരുന്ന പുസ്തകങ്ങളിൽ നമ്മൾ ഹിന്ദു മിത്തോളജിയിലേക്ക് കയറുമ്പോൾ ആ ദേവതയ്ക്ക് പണി മാറിയിട്ടുണ്ടാവും. ഖലീഫത്തുൽ മസീഹ് സാനി ഇത് വിവരിക്കുമ്പോൾ വരുണിന്റെ ജോലി അഗ്നിയെ ആയിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ പരിശോധിക്കുമ്പോൾ വരുണിന്റെ ജോലി ഹിന്ദു മിത്തോളജിയിൽ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ മാറുമ്പോൾ മാറി മാറി വരും. ഇപ്പൊ തമിഴിൽ അർത്ഥമുള്ള ഹിന്ദുമതം എന്ന് പറയുന്ന പുസ്തകമുണ്ട്, പല വാള്യങ്ങളിലുള്ളതാണ്. അതിൽ ഈ ഹിന്ദു തത്വശാസ്ത്രത്തെയും അതിലുള്ള മലക്കുകളുടെ പരാമർശത്തെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഭാരതീയ സംസ്കാരം എന്ന പേരിൽ മലയാളത്തിൽ പുസ്തകമുണ്ട്. അതിലും ഇതേപോലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മലക്കുകളെ കുറിച്ചുള്ള നമ്മളുടെ സങ്കല്പം, ഇസ്ലാമിക സങ്കല്പം പോലെ തന്നെ ഹിന്ദുക്കളിലും അതേ സങ്കല്പം നമുക്ക് കാണാൻ കഴിയും. വളരെ ഗഹനവും വിശാലവുമായിട്ടുള്ള ഒരു പഠനമാണ് ഇതിൽ നടത്തേണ്ടത്. ഞാൻ ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ പോകുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ മലക്കുകളെ കുറിച്ചുള്ള ആ സങ്കല്പം, അള്ളാഹുവിനെ കുറിച്ചുള്ള സങ്കല്പം എങ്ങനെയുണ്ടോ അതേപോലെ തന്നെ പൂർവ്വകാലങ്ങളിലും മതങ്ങളിലും മനുഷ്യർ ഏത് പുരാതന ചിരപുരാതന സമുദായത്തെ നിങ്ങൾ പരിശോധിച്ചാലും അതിലും ഈ സങ്കല്പത്തെ കാണാൻ കഴിയുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചില ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് തന്നെയാണ് തഫ്സീറുകളിലും ബൈബിളിലും അതേപോലെ ക്രിസ്ത്യാനികളിലും നാം കാണുന്ന കാര്യം. മലക്കുകളെ നേരത്തെ പരാമർശിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, മലക്കുകൾ കുരുത്തക്കേട് ചെയ്തു എന്നുള്ള ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളുടെ വിശ്വാസം. ഇത് സർത്തുഷ്തി അഥവാ സൊറാസ്ട്രിലും ഇതേ വിശ്വാസമുണ്ട്. ചില മലക്കുകൾ ഷൈത്താൻ പിടിച്ച് കെട്ടിയിടുന്നതൊക്കെ ആയിട്ടുള്ള ചരിത്രങ്ങൾ അവർ വിവരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ തഫ്സീറിൽ ഇപ്പൊ തഫ്സീർ സൂറത്തുൽ ബഖറ മാത്തത്തിൽ ഷയാത്തീന അലാ മുൽക്ക് സുലൈമാൻ എന്ന ആയത്തിന് 73-ാമത്തെ ആയത്താന്ന് തോന്നുന്നു വരുന്നത്. ആ ആയത്തിന് കൊടുത്ത വ്യാഖ്യാനത്തില് തഫ്സീർ ഇബ്നു കസീറിൽ മലക്കിനെ കെട്ടിയിട്ട കഥയുണ്ട്. ഇതേപോലത്തെ കഥ അതിലുണ്ട്. അപ്പൊ അതിനെ വികലമായിട്ട് ചിത്രീകരിക്കുന്ന കാര്യത്തിൽ കൂടെ സാധർമ്മ്യം പുലർത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു വിഷയം. അതേസമയത്ത് മലക്കുകളെ കുറിച്ച് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, സൂറത്തു തഹരീം 7-ാമത്തെ ആയത്ത്. അതായത് അവർക്ക് എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അതിനെ ഒരിക്കലും അവർ ധിക്കരിക്കുകയില്ല. അവർക്ക് എന്ത് കൽപ്പിച്ചോ അത് മാത്രമാണ് അവർ ചെയ്യുക. ഈ കാര്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, മലക്കുകളെക്കാൾ ഉയർന്നതാണ് മനുഷ്യരെന്നാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ മനുഷ്യന് അതിന് തെളിവെന്താന്ന് ചോദിച്ചാൽ, ജിബ്രീലാണ് ഏറ്റവും ഉയർന്ന മലക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിറാജ് രാത്രിയിൽ ഒരു പ്രത്യേക പദവി വരെ ജിബ്രീൽ കൂടെയുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഇനി താങ്കൾക്ക് പോകാൻ, എനിക്ക് പോകാൻ അനുമതിയില്ല എന്ന്. അപ്പൊ ആത്മീയമായ ഉയർച്ചയിൽ മലക്കുകളെക്കാൾ ഉയരുവാൻ മനുഷ്യന് സാധിക്കുന്നു. കാരണം മനുഷ്യന് ഒരു കാര്യത്തിൽ സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട്. മലക്കുകൾക്ക് അങ്ങനെയല്ല. അവർക്ക് എന്താണോ കൽപ്പിച്ചത് അതുപോലെ തന്നെ, ആ പ്രോഗ്രാം ചെയ്തതുപോലെ നടക്കുന്ന ഒരു സ്വഭാവമാണ് അവർക്കുള്ളതെങ്കിൽ, മനുഷ്യന് വഴി തെറ്റാനും ശരിയായ വഴിയിൽ പുരോഗതി കൈവരിക്കാനുള്ള രണ്ട് ശക്തികളും ഒരേപോലെ അള്ളാഹു കൊടുത്തുകൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന കാരണത്താൽ മലക്കുകളെക്കാൾ മേലെ ആണ് മനുഷ്യന്റെ അവസ്ഥ, അള്ളാഹുമായിട്ടുള്ള അടുപ്പത്തിന്റെ അവസ്ഥ എന്ന് മനസ്സിലാവുന്നു. ഇനി മലക്കുകളുടെ രൂപത്തിൽ, മലക്കുകൾ മനുഷ്യന്റെ മാതിരി തന്നെ വന്നൂടെ, അല്ലെ നമുക്ക് മനസ്സിലാകുന്ന ഒരു സൃഷ്ടിയായിക്കൂടെ എന്നൊക്കെ തോന്നാറുണ്ട്. ഇത് മുശ്രിക്കുകൾ അതേ ആക്ഷേപിച്ചത് ഖുർആൻ എടുത്തു പറയുന്നു. ഫഖാലൽ മലഉല്ലദീന കഫറു മിൻ ഖൗമിഹി, നിഷേധികളായ സമുദായത്തിന്റെ നേതാക്കന്മാർ പറഞ്ഞു,
മാഹാദ ഇല്ലാ ബഷറും മിസ്ലുക്കും, ഇത് നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. യുരീദു അൻ യതഫല്ലല അലൈക്കും, നിങ്ങളുടെ മേൽ ഒരു ഫളീലത്ത്, ഒരു ശ്രേഷ്ഠത, മഹത്വം നടിക്കാൻ അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്നുണ്ട്, പറയണം വലൗ ഷാ അല്ലാഹു ലഅൻസല മലായികതൻ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നതിൽ മലക്കിനെ തന്നെ അയക്കാമായിരുന്നു. മലക്കിന് എന്തുകൊണ്ട് അയച്ചില്ല? അതിന് മറുപടി ഖുർആൻ പറയാണ്, അവരത് തുടർന്ന് പറഞ്ഞത് മാസമേന ബിഹാദാ ഫി ആബായിനൽ അവ്വലിൻ, ഇത് ഞങ്ങളുടെ പഴയ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഇത് കേട്ടിട്ടില്ലല്ലോ എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹു മലക്കുകൾ അയച്ചാൽ എന്തുകൊണ്ട് അയക്കാതിരുന്നു എന്നതിന് ഖുർആൻ മറ്റൊരിടത്ത് ഖണ്ഡിക്കുന്നത്. ഇപ്പൊ മലക്കിനെയാണ് അയച്ചെങ്കിലും എന്താ പറയാ, ആളമാരി തന്നെയല്ലേ അയക്കാൻ പറ്റുള്ളൂ, ഏതെങ്കിലും രൂപത്തിലല്ലേ അയക്കാൻ പറ്റുള്ളൂ. അപ്പൊ മലക്കിനെ അയച്ചാലും മനുഷ്യന്റെ ഇടയിൽ, അത് ഖുർആൻ മറ്റൊരിടത്ത് എടുത്തു പറയുന്നത് യൽബിസൂൻ, അങ്ങനെ അയച്ചിരുന്നുവെങ്കിൽ അവർ അതിലും സംശയത്തിലാവുന്നു. കാരണം ഈ വന്ന മലക്കാണോ മനുഷ്യനാണോ അവർക്ക് തിരിച്ചറിയില്ല. അതുകൊണ്ട് അള്ളാഹ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ മലക്കുകൾക്ക് പ്രത്യേകമായ രൂപങ്ങൾ അവർക്ക് ഉണ്ടാകുമെങ്കിലും അവരുടേതായിട്ടുള്ള ഒരു രൂപം ഒരിക്കലും എവിടെയും നിർവചിക്കപ്പെട്ടിട്ടില്ല. അവര് ഏത് സമയത്ത് ഏത് വിധത്തിൽ പക്ഷിയുടെ രൂപത്തിൽ വന്നിട്ടുണ്ട്, ഹദീസ് കേൾക്കാന്ന് പക്ഷിയുടെ രൂപത്തിൽ മലക്ക് വന്നിട്ടുണ്ട്, മനുഷ്യന്റെ രൂപത്തിൽ മലക്ക് വന്നിട്ടുണ്ട്, മറ്റു പല വിധത്തിലും മലക്കുകൾ വന്നിട്ടുണ്ട്. പേടിപ്പെടുത്തുന്നതിന്റെ തഫ്സീറുകളിലൊക്കെ ഉള്ളത് പിന്നെ മൃഗത്തിന്റെ തലയും പിന്നെ ഉടലും മനുഷ്യന്റെ തലയുമായിട്ടാണ് മലക്കിൽ മൗത്ത് വരിക എന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. സംഗതി അങ്ങനെയല്ല, ഒരു കഥ അങ്ങനെ വിവരിച്ചിട്ടുണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് നമ്മുടെ നാട്ടില് അന്ന് പിന്നെ ഒരു എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ചായക്കടകളിലാണ്. പണ്ടത്തെ നമ്മുടെ ഒരു സംസ്കാരമാണ്. അവിടെ പത്രം വരും, പ്രമാണിമാര് വരും, രാവിലെ ടൈമിൽ അവർ ചായ കുടിക്കും. അവർ കുറെ കാര്യങ്ങളൊക്കെ അന്ന് നാട്ടിലെ എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യും. പിന്നെ വേറെ ടീം നമ്മളെ സാധാരണക്കാരൻ കുട്ടികൾ എന്നിട്ട് ചർച്ച ഉണ്ടാവും. ഇങ്ങനെ നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു വലിയൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ കുറെ മലക്കുകള് ജനങ്ങളെ ശിക്ഷിക്കുന്ന രംഗങ്ങളാണ്. അതിലൊരു ഭാഗത്ത് കാളവണ്ടിക്കാരനെ ശിക്ഷിക്കുന്നത്, രണ്ട് മലക്ക് വണ്ടി കയറി ഇരുന്നിട്ട് ഈ കാളവണ്ടി ഓടിക്കുന്ന ചെങ്ങായിന്റെ തലയിൽ കാളനെ പോലെ ഇയാളെ കാളയാക്കിയിട്ട് മലക്കാണ് ഇവനെ നയിക്കുന്നത്. അതേപോലെ കളവ് പറയുന്നവനെ നാവ് എടുത്തിട്ട് അവന് കോണോടിപ്പിക്കുകയാണ്, പിടിച്ചിട്ട് വലിച്ചു നീട്ടിയിട്ട് കോണോടിപ്പിക്കുന്ന രണ്ട് മലക്കുകൾ. അതേപോലെ തന്നെ പിന്നെ ഗീബത്ത് പറയുന്നവനെ ഒലക്ക ഇട്ടിട്ട് ഇടിക്കുന്നുണ്ട്. പിന്നെ ഒലക്കി വരല്ലോ, അതെന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഇപ്പൊ അധികം ഉണ്ടാവുക. പിന്നെ പണ്ട് നെല്ലുത്താനും അരി ഒടിക്കാനും ഉപയോഗിച്ചതാണ്, അതും അറിയാത്ത കുട്ടികളുണ്ടാവും. ഇപ്പൊ അതെന്താണെന്ന് അറിയില്ല, സാധനം ഇപ്പൊ കാണുന്നില്ലല്ലോ. അപ്പൊ അതിട്ട് ഇടിക്കുന്ന ഫോട്ടോ ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ മലക്കുകളെ കുറിച്ചുള്ള മുസ്ലിങ്ങളിലുള്ള വികലമായിട്ടുള്ള ചിത്രീകരണങ്ങളാണ്. അതേപോലെ പറക്കണ മലക്കുകളുടെ വേറെ കുറെ മലക്കുകൾ ഇങ്ങനെ പറന്നു വരുന്ന മലക്കുകളുണ്ട്. നമ്മൾ ഈ മഹാഭാരതമൊക്കെ കണ്ടിരിക്കുമ്പോ മറ്റേ ഒരു ഹലാക്കിന്റെ ഒരു സാധനമൊക്കെ എടുത്തിട്ട് രണ്ടു ചങ്ങന്മാർ പറക്കലുണ്ടല്ലോ, ഇത് അവരിലുള്ള സങ്കല്പമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സങ്കല്പം മനസ്സിൽ ഉണ്ടാവരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പ്രശ്നങ്ങൾ പറയുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് സൃഷ്ടിയാണെങ്കിലും അതിനെക്കുറിച്ച് ഒരു സങ്കല്പവും നമ്മുടെ മനസ്സിലൊരു ഉരുവം ഒരു രൂപം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അത് വരുന്ന വിധത്തിൽ അള്ളാഹു നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തും. ഇനി മലക്കുകൾ അള്ളാഹിന്റെ സൃഷ്ടികളാണ്, അതിന് തർക്കമുള്ളവരുണ്ട്. മലക്കുകള് അള്ളാന്റെ സൃഷ്ടികളിൽ പെട്ടവരല്ല, അത് അള്ളാന്റെ തന്നെ ഒരു ഭാഗമാണ് എന്ന നിലയിൽ ആലോചിക്കുന്നവരുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ സ്പിരിച്വലിസം അത് വേറൊരു സൃഷ്ടിയല്ല, നമ്മളെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഖുർആൻ പറയുന്നു അം ഖലഖ്നൽ മലായികത ഇനാസൻ വഹും ഷാഹിദൂൻ, മലക്കുകൾ സ്ത്രീകളാണ് എന്ന് പറഞ്ഞ ചില ആളുകളുടെ ആക്ഷേപത്തെ ഖുർആൻ പറയുന്നത് നാം അതിനെ സൃഷ്ടിച്ചപ്പോൾ പെണ്ണുങ്ങളായിട്ട് സൃഷ്ടിച്ചപ്പോൾ അവരത് കണ്ടവരായിരുന്നുവോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് അള്ളയാണ് സൃഷ്ടിച്ചത്, പക്ഷെ പെണ്ണുങ്ങളാക്കി സൃഷ്ടിച്ചപ്പോൾ അവരതിന് സാക്ഷിയായിരുന്നോ എന്ന് ഖുർആൻ എടുത്ത് ചോദിക്കുന്നുണ്ട്. മറ്റൊരു മലക്ക് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഒരു എങ്ങനെ നമ്മളൊക്കെ സൃഷ്ടിയാണോ അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അത് കൃത്യമായിട്ട് അതിലൊരു ഉറച്ച ഒരു തീരുമാനം, ഉറച്ചൊരു വിശ്വാസം അല്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടികൾ നമ്മൾ കാണാത്ത ഒരുപാട് സൃഷ്ടികളുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും നമ്മൾ ശ്വസിക്കുന്ന വായുവിലും നാം കുടിക്കുന്ന വെള്ളത്തിലുള്ള ബാക്ടീരിയകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതേ സമയത്ത് ഒരു ചെറിയ വൈറസ് നമ്മുടെ വയറ്റിൽപ്പെട്ടാലേ നമ്മുടെ മുഴുവൻ സിസ്റ്റവും അനോട്ടമിക് സിസ്റ്റം മുഴുവൻ തകരാറാക്കിയിട്ട് നമ്മൾ നശിപ്പിച്ചു കളയും. അപ്പൊ ആ ഒരു കഴിവുള്ള
ഇതിനെ ഒരു നിമിഷ നേരം കൊണ്ട് മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു ചെറിയ വൈറസിന് കഴിയും, ഒരു ചെറിയ ബാക്ടീരിയക്ക് കഴിയും. അതിന്റെ വലുപ്പം എത്രയാണോ അത് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ചാലും കാണാത്ത ടൈപ്പാണുള്ളത്. അപ്പൊ വലുപ്പത്തിലല്ല ഒന്നിന്റെ കഴിവ് അള്ളാഹു വെച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലുള്ള പല സൃഷ്ടികളുടെയും കഴിവുകൾ അപാരമാണ്, നമുക്ക് നിർവചിക്കാൻ സാധിക്കാത്ത വിധത്തിലാണ്. അതേപോലെ ഇതിന്റെ വലിപ്പമോ മറ്റോ ഒന്നും നിർവചിക്കപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ മറഞ്ഞ ഒരു സൃഷ്ടിപ്പിൽ ഇങ്ങനെ ഒരു വിഭാഗം മലക്കുകൾ എന്നുള്ള ഒരു സൃഷ്ടിപ്പുണ്ട് എന്ന് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അതിനുവേണ്ടിയാണ് ഞാൻ ഇതിന്റെ ചരിത്രപരമായിട്ടുള്ള കാര്യം പറഞ്ഞത്. ഇനി അതിന്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് പോകാൻ. അതിന്റെ മുമ്പായിട്ട് മലക്കുകളെ ആസ്തിക്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാവുന്ന മറ്റു ചില കാര്യങ്ങൾ, അവരുടെ ഗുണങ്ങൾ എന്തായിരിക്കണം എന്നുകൂടെ മനസ്സിലാക്കിയെങ്കിലേ മുമ്പോട്ട് പോകാൻ നിവൃത്തിയുള്ളൂ. കണ്ണിൽ കാണാത്തവരാണ്. വലൗ ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു റജുലൻ വലബസ്നാ അലൈഹിം മാ യൽബിസുൻ. അഥവാ നാം മലക്കായിട്ട് മനുഷ്യരുടെ രൂപത്തിലാണ് അയച്ചതെങ്കിൽ ആ കാര്യത്തിൽ ഇത് മനുഷ്യനാണോ മലക്കാണോ എന്ന കാര്യത്തിൽ ജനങ്ങൾ സന്ദേഹപ്പെടും എന്ന് ഞാൻ നേരത്തെ പരാമർശിച്ച അതേ ആയത്ത് ഓതുമ്പോൾ മലക്കുകൾക്ക് ഒരു വിധത്തിലുള്ള രൂപമില്ലെങ്കിലും അവർ ഉള്ള ഒന്നാണ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. മലക്കുകള് എല്ലാവരും ഒരേപോലെയല്ല. മലക്കെന്ന് പറയുമ്പോൾ മനുഷ്യര് എല്ലാം മനുഷ്യരാണ്, നമുക്ക് പറയാം എല്ലാ മനുഷ്യരും ഒരേപോലെയാണ്. പക്ഷെ മലക്കുകളിൽ തന്നെ പല പദവിയിലുള്ള ആളുകളും പല കഴിവുകളുള്ള ആളുകളും പല ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ട ആളുകളാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള സൃഷ്ടികളാണ് മലക്കുകൾ. അവർ പല വിധത്തിലുള്ള കഴിവുകളോടുകൂടിയുള്ളതാണ്. ഖുർആൻ പറയുന്നു, അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ റബ്ബനാ വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വഇൽമാ ഫാഫിർ ലില്ലദീന താബു വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. സൂറത്തുൽ മുഅ്മിൻ 8-ാമത്തെ വചനം. അവർ അള്ളാഹുവിന്റെ അർശിനെ ചുമക്കുന്നവരാണ്. അള്ളാഹുവിന്റെ അർശിനെ ചുമക്കുന്നവരാണ് മലക്കുകൾ. ഒമൻ ഹൗലഹു, അതിന്റെ അടുത്ത് അർശിനെ ചുമക്കുന്ന ഒരു മലക്ക്. ഒമൻ ഹൗലഹു, അതിന്റെ അടുത്ത് യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, റബ്ബിനെ തസ്ബീഹ് ചെയ്യുന്ന വേറെ മലക്കുകൾ. ഇനി ഉറുദു ഉൽപ്പന്നം ദലാലത്തു നസ്, അത് നേർക്ക് നേരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഒന്ന് തസ്ബീഹ് ചെയ്യുന്ന മലക്ക്, ഒന്ന് അർശിനെ ചുമക്കുന്ന മലക്ക്. ഈ അർശിനെ ചുമക്കുന്നതിനെ കുറിച്ചിട്ട് തഫ്സീറിലൊക്കെ ഉള്ളത് ഇടയിലൊന്നും പറയാൻ നിങ്ങൾ ഉറക്കോണി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് മറ്റൊരു മനസ്സിലാക്കിയാൽ എന്താണെന്ന് കൂടി അറിയണം. അള്ളാഹ് മലക്കുകള് ഈ അർശ് ആകാശത്ത് എവിടെയാണുള്ളത് അവരെ കണക്കില്. ആ അർശിനെ ചുമക്കുന്ന മലക്കുകള് ഇങ്ങനെ താങ്ങിപ്പിടിച്ച് നിൽക്കുകയാണ്. അർശിന് വലിയ ഹലാക്കിന്റെ കസേര സിംഹാസനത്തെ ഭയങ്കര വലിയ മലക്ക്. അവരെ കാല് ഭൂമിയിലുണ്ട്, പക്ഷെ ഭൂമിയുടെ അടിയിലേക്ക് പോയിക്കണം. നമ്മള് പേപ്പറിൽ ആണി അർച്ചമാരി ഇങ്ങനെ അടിയിലേക്ക് പോയിക്കണത് അങ്ങനെ നിൽക്കുകയാണ് എന്നാണ് ഒരു തഫ്സീറിലുള്ളത്. അപ്പം മലക്കുകളെ കുറിച്ചുള്ള ആ വികലമായ സങ്കല്പത്തിന്റെ അടിയിലാണ് നമ്മൾ അതിന്റെ യഥാർത്ഥ വശത്തിലേക്ക് പോകുന്നത്. അത് എത്രമാത്രം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഞാൻ ബാക്കിയുടെ തർജ്ജമ ചെയ്തിട്ട് ബാക്കി പറയാം. വേറെ ആ മലക്കുകൾ രണ്ട് വിഭാഗം മലക്കുകൾ. വയുഅ്മിനൂന ബിഹി, അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, അവർ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്. മലക്കുകളെ കൊണ്ട് നമുക്കുള്ള ഗുണം, നമ്മൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന മലക്കുകളുണ്ട്. അവരുമായിട്ടുള്ള താദാത്മ്യം നമ്മുടെ ജീവിതത്തിൽ അത് വളരെ അതിന്റെ വിഷയത്തിന്റെ അവസാനം വരും. പക്ഷെ അതിന്റെ ഒരു സമാധാനത്തിന് വേണ്ടി അതിന്റെ ഒരു ചെറിയൊരു കാര്യം ഇടയിൽ സൂചിപ്പിക്കുകയാണ്. മലക്കുകളെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് പറയുമ്പോൾ പറയും. അതിന്റെ ഇടയിൽ ഞാൻ പറയാണ്, മലക്കുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് നമ്മളെ കൊണ്ട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ എത്താൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ പാപങ്ങൾ ഉണ്ടാവും ചില സമയത്ത്. അതേപോലെ തന്നെ നമ്മളെ കൊണ്ട് ഒരിക്കലും പുറത്തു കിട്ടാൻ പറ്റാത്ത വിധത്തിലുള്ള പാവങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അവിടെ അള്ളാഹുവിന്റെ കാരുണ്യം എന്ന നിലയിൽ അള്ളാഹു മറ്റൊരു സൃഷ്ടിയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മലക്കുകൾ ഇറങ്ങിക്കൊണ്ട് നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. ആ മലക്കുകളുടെ പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പാവങ്ങൾ പൊറുക്കുകയും അതിന്റെ തിക്തഫലങ്ങളിൽ നിന്ന് പരിണിതികളിൽ നിന്ന് അള്ളാഹു നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നത്. അത് അത്തരത്തിലുള്ള ഒരു പ്രയോഗമാണ് ഇത്. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, വിശ്വാസികൾക്ക് വേണ്ടി അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ്. റബ്ബന വസിഅത കുല്ല ഷൈഇൻ റഹ്മ, അവര് ആ വാക്കുകൾ എത്ര രസമാണെന്ന് നോക്കാം. റബ്ബെ, എല്ലാ കാര്യത്തിലും നീ നിന്റെ റഹ്മത്തിനെയാണ് വിശാലമാക്കി വെച്ചിട്ടുള്ളത്.
വഇൽമ, നിന്റെ അറിവിനെയും അതിൽ വിശാലമാക്കിയിട്ടുണ്ട്. ഫാഫിർ ലില്ലദീന താബു, തൗബ ചെയ്യുന്നവർക്ക് റബ്ബേ നീ പുറത്തു കൊടുക്കാൻ. കാര്യകാരണങ്ങളോടൊക്കെ അള്ളാഹ് ശിക്ഷിക്കുന്നതിൽ, അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഇഖാബ്, ശിക്ഷ നൽകുന്നതിൽ അള്ളാഹുവിന്റെ സിഫത്ത് വളരെ ശക്തിയാണ്. അള്ളാഹിന്റെ പിടുത്തുന്ന ആർക്കും കഴിച്ചില്ലാൻ സാധ്യല്ല. പക്ഷെ മലക്കുകൾ അള്ളാഹിനോട് വെക്കുന്ന ന്യായം, റബ്ബേ നിന്റെ റഹ്മത്ത് അതിനെയും പൊതിഞ്ഞു നിൽക്കുന്ന, നിന്റെ റഹ്മത്ത് എന്നുള്ള ഗുണം ആ ശിക്ഷ കൊടുക്കുന്ന നിന്റെ ഗുണത്തെക്കാൾ കൂടുതൽ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സിഫത്താണല്ലോ. ആ സിഫത്ത് വെച്ചുകൊണ്ട് അവര് എന്ത് കാരണത്താൽ പാപം ചെയ്തു എന്നും അവരുടെ അവസ്ഥ എന്താണെന്നും എല്ലാം നീ നിന്റെ അറിവിലുമുണ്ട്. അതിനെ വെച്ചുകൊണ്ട് റബ്ബേ നീ അവർക്ക് പുറത്തു കൊടുക്കണമേ എന്ന് അള്ളാഹു നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന് വേണ്ടി മലക്കുകളെ വെച്ചിരിക്കുന്നു എന്നാണ്. നമുക്ക് തിരിച്ചു വരാം. അപ്പൊ രണ്ട് മലക്കുകൾ, ഒന്ന് അർശിനെ എടുക്കുന്ന മലക്ക്. അർശിനെ എടുക്കുക എന്ന് പറഞ്ഞാൽ അർശിനെ ഞാൻ നേരത്തെ പറഞ്ഞ പേപ്പറിലാണ് ഇറച്ചി വരി നിന്നിട്ട് താങ്ങി പിടിച്ചിരിക്കലല്ല. ഭൂമിയുടെ അടിക്കും കാല് പോയിട്ട്, അതായത് വെച്ചാൽ ഇതിന്റെ ഭാരം കൊണ്ടാണ് ഭൂമിയുടെ അടിക്ക് ഒട്ടപ്പെട്ട് പോയതെന്നാണ്. താങ്ങിക്കണ അർശുണ്ടല്ലോ, അതിന് ഭയങ്കര അല്ലല്ലേ ഇരിക്കണം, സാധാരണക്കാരനൊന്നല്ലല്ലോ. അപ്പൊ അതിലിരിക്കുമ്പോൾ അതിന്റെ കനം കൊണ്ട് അർശിന്റെ കുർസിയാണ്, ആ കുർസിയിൽ ഇരിക്കണോണ്ട് ആ കുർസി ഇങ്ങനെ താങ്ങി എന്റെ 4 കാലും പിടിച്ച് താങ്ങി നിൽക്കുന്നോണ്ട് ഭയങ്കര ഭാരമാണ് അല്ല ഇരിക്കുമ്പോൾ. ആ ഇരിക്കുന്ന സമയത്ത് താങ്ങാൻ വയ്യായിട്ട് ഈ മലക്കൾ നീളമുള്ളതാണല്ലോ, അപ്പൊ ഭൂമിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഭൂമിയുടെ അടിയേക്ക് കാല് തുളഞ്ഞ് താഴത്തേക്ക് പോയി എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ അള്ളാഹ് എന്താ പറഞ്ഞറിയാം, അള്ളാഹുവിന്റെ സിഫത്തുകൾ വെളിപ്പെടുത്തുന്ന മലക്കളാണ്. അള്ളാഹു കാരുണ്യവാനാണ് എന്ന് വെളിപ്പെടുത്തുന്ന മലക്കുകൾ. അത് അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് പിന്നീട് ഇതിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരും. അള്ളാഹു നമ്മോട് ദയ കാണിക്കുന്നവനാണെന്ന് അള്ളാഹ് വെളിപ്പെടുത്തുന്ന മലക്കുകൾ. അത് വെളിപ്പെടുത്തുന്ന മലക്കുകൾ ഉണ്ടെങ്കിൽ അവരതിന്റെ പ്രധാനപ്പെട്ട മലക്കുകളാണ്. അള്ളാന്റെ അർശി വെളിപ്പെടുത്തുന്ന പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മലക്കുകളാണ്. അത് കഴിഞ്ഞാൽ ഈ മലക്കുകള് അവരുടെ കീഴിലുള്ള ഒമൻ ഹൗലഹു, വേറൊരു വിഭാഗം മലക്കുകൾ അതിന്റെ കീഴിലുള്ളവരുണ്ട്. ആ സ്ഥാനത്തുള്ളവരല്ല, അതിനേക്കാൾ താഴെയുള്ള സ്ഥാനത്തുള്ളതാണ്. അപ്പൊ 2 സ്ഥാനത്ത് ആളുകളുണ്ടെങ്കിൽ ബാക്കി അതിനെ ഭൂമിയിലേക്ക് എത്തിക്കുന്ന, ഭൂമിയിൽ ബന്ധപ്പെടുന്ന മറ്റ് വേറെ മലക്കുകളുണ്ട്. ഈ ആയത്തിൽ തന്നെ 3 വിധത്തിലുള്ള മലക്കുകളെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അത് കഴിഞ്ഞാൽ ഖുർആനിൽ ഇതേ കാര്യം, ഒന്ന് അള്ളാഹുവിന്റെ സിഫത്തുകൾ വെളിപ്പെടുത്തുന്നവര്, മറ്റത് അവരെ സഹായിക്കുന്ന അള്ളാഹുവിന്റെ മുഖറബീങ്ങളായിട്ടുള്ള അള്ളാഹുവിന്റെ സാമീപ്യത്തിൽ അതിനടുത്തുള്ള ആളുകൾ, മറ്റത് സാധാരണ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ചെയ്യുന്നതിന് വേണ്ടി ഭൂമിയിലുള്ള മലക്കൾ, മറ്റ് പ്രപഞ്ചത്തിലുള്ള മലക്കൾ. അത് എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ എണ്ണം ഇന്നേ വരെ ആർക്കും അറിയില്ല. ഖുർആൻ പറയുന്ന സൂറത്തുൽ മുദ്ദസ്സിർ, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹുവ, അള്ളാഹുവിന്റെ സൈന്യത്തെക്കുറിച്ച്, ആ മലക്കളുടെ സൈന്യത്തിന്റെ എണ്ണം എത്രയെന്ന് അവനല്ലാതെ വേറെ ആർക്കും അറിയില്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിനൊക്കെ നമ്മൾ പറയല്ലോ, എണ്ണം ഒരിക്കലും തീർക്കാൻ പറ്റാത്തതാണെന്നാണ്. എണ്ണി തീർക്കാൻ മനുഷ്യവർഗത്തിന്റെ ബുദ്ധിക്ക്, നമ്മുടെ ബുദ്ധിക്കുള്ളൊരു കപ്പാസിറ്റി, ദശലക്ഷം ന്യൂറോൺസ് നമ്മൾ ഫീഡ് ചെയ്തതില്, അതില് നമ്മുടെ മസ്തിഷ്കത്തിലുള്ള അതിലിത് ഫീഡ് ചെയ്യാൻ പറ്റൂല. അതിന്റെയും അപ്പുറമാണ് അവരുടെ എണ്ണമെന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിടത്ത് എടുത്തു പറയുന്നു. ഇനി അള്ളാഹുവിന്റെ ഓരോ പ്രവർത്തിക്കും പ്രത്യേകം മലക്കളാണ്. അതായത് ഓരോ കണങ്ങളിലും, ഏതുവരെന്ന നമ്മുടെ നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിലും പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന്റെ മലക്കുകളാണ് എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനെക്കുറിച്ച് നിരൂപിച്ചുകൊണ്ട്, അത് ഇന്ന കാരണങ്ങളാണെന്ന് എന്ന് കാരണ സഹിതം അതിനെ കമാലത്ത് ഇസ്ലാമിലും ഹഖീഖത്തുൽ വഹിയിലും ആ കാര്യം വിവരിക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് ആ ഭാഗത്തേക്ക് പോവാം. ഞാനിപ്പോ പറഞ്ഞു വന്നത് മലക്കുകളുടെ തിരിച്ചറിയുവാൻ, അത് ഏതെല്ലാം വിധത്തിലാണുള്ളത് എന്ന കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തു വന്നത്. മലക്കുകൾ ഒരിക്കലും തിന്മ ചെയ്യാൻ കഴിവില്ലാത്തവരാണ്. ചില സമയത്ത് മനുഷ്യര് അള്ളാഹനെ നിഷേധിക്കാറുണ്ട്, നബിനെ നിഷേധിക്കാറുണ്ട്, അള്ളാഹനെ തെറി പറയാറുണ്ട്. പക്ഷെ മലക്കുകൾ ഒരിക്കലും അവരോട് എന്താണോ പറയുന്നത് അത് മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ നേരത്തെ ഒരു ആയത്ത് അതിനു അള്ളാഹു എന്താണ് കൊടുത്താൽ കൽപ്പിക്കാതെ അവർ ചെയ്യുള്ളൂ, ഒരിക്കലും അവര് നിഷേധിക്കുകയില്ല. അള്ളാഹുവിന്റെ ആ കൽപ്പനകൾ ഒരിക്കലും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയാണല്ലോ. ഇനി മറ്റൊരു സംഗതി, അവരുടെ കപ്പാസിറ്റി ഉണ്ട്.
അത് എന്തൊരു കാര്യത്തെയാണ് അവർ ചെയ്യാൻ പറഞ്ഞത് അത് എടുക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടാവുള്ളൂ. അതിൽ കുറവുണ്ടാവില്ല. നമ്മളോടൊരു സാധനം എടുക്കാൻ പറഞ്ഞാല് വലിയൊരു സാധനം ഏതോ ഒരു മേശയൊരു കസേരയും ഒക്കെ പാടാൻ നീ എടുത്തിട്ട് വരാറോ അന്നേ നമുക്ക് എടുക്കാൻ പറ്റും, രണ്ടുകൂടെ എടുക്കാൻ പറ്റാതെ. പക്ഷെ മലക്കുകൾക്ക് അങ്ങനെയല്ല. അള്ള എന്താണോ കൽപ്പിച്ചിട്ടുള്ള അതിനുള്ള പൂർണ്ണമായിട്ടുള്ള കഴിവുകളുള്ള, അതിനൊരിക്കലും എടങ്ങേറായിട്ട് വിട്ടുപോകേണ്ട ഗതിയുടെ അവർക്ക് ഉണ്ടാവില്ല. ഇത് എന്തിനാണ് ഈ ഗുണങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് നമുക്ക് അള്ളാഹുവിന്റെ മലക്കുകളുടെ സഹായം ഉണ്ടാവുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അതിന്റെ ആ വിശ്വാസത്തിന്റെ ശക്തി അപ്പോഴും അത് പൂർത്തിയാകുന്നത് ക്ലാസിന്റെ അവസാനം എത്തുമ്പോഴായിരിക്കും. ഇപ്പോ മലക്കുകളുടെ ഗുണങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. മറ്റൊന്ന്, മലക്കുകള് പുറത്തു നിന്നുള്ള ഒരു വിധത്തിലുള്ള പ്രതികരണം, പിന്നെ ഒരു സംഗതിയുടെ അസർ, ഒരു സംഗതിയുടെ തമിഴിൽ താക്കുന്ന, മലയാളത്തിൽ എന്തെങ്കിലും പറയണത് എനിക്കറിയില്ല, ഇൻഫ്ലുവൻസ്, സ്വാധീനം ഒരിക്കലും സ്വീകരിക്കാത്തവരാണ്. അപ്പൊ നമ്മള് മറ്റൊരുത്തന്റെ സ്വാധീനം നമുക്ക് സ്വീകരിക്കേണ്ടി വരും. വേറെയുള്ള പുറത്തുള്ള എന്തിപ്പോ ചൂടോ തണുപ്പോ അങ്ങനെ എന്തെങ്കിലും സാധനം അതിന്റെ സ്വാധീനം നമുക്കുണ്ടാവും. വസ്തുക്കളുടെയും മൃഗങ്ങളുടെയും മനുഷ്യന്റെയും ഒക്കെ സ്വാധീനം നമുക്കുണ്ടാവും. മലക്കുകളെ വേറെ ഒരു വിധത്തിലുള്ള സ്വാധീനം അവർ സ്വീകരിക്കുന്നവരല്ല. അതേസമയത്ത് അവർ കൽപ്പിക്കപ്പെട്ട സ്വാധീനം അങ്ങോട്ട് കൊടുക്കാറുണ്ട്. അവർക്ക് എന്താണോ സ്വാധീനപ്പെടുത്തുക അപ്പുറത്തും അവരുടേതായിട്ടുള്ള അല്ല, അവരുടെ കയ്യിലുള്ള അള്ളാഹ് എന്താണോ ഏൽപ്പിച്ചത് അത് അങ്ങോട്ട് കൊടുക്കാൻ സാധിക്കും. പറ്റി മീഡിയ അല്ല, എന്നാ പിന്നെ അതിനോട് എടുത്തളി. അല്ല, അതിൽ മറ്റൊന്നുണ്ടാവും അല്ലേ, മറ്റേ ഓഡിയോ ഉണ്ടാവും. ശരി. അലൈഹ മലായിക്കത്തുൻ ഗിലാദുൻ ഷദീദ്. അതിന്റെ സമയം കഴിഞ്ഞാണ്. അതിൽ ചില മലായിക്കത്തുണ്ട്, ഗിലാദുൻ ഷദീദ്, അത് പൊതിഞ്ഞ്, പിന്നെ കഠിനമായിട്ട് അത് പൊതിയപ്പെട്ടവരാണ്. ഇപ്പൊ കഠിനമായിട്ടൊരു സംഗതിയിൽ പാക്ക് ചെയ്തിട്ടാൽ അതിന്റെ പുറത്തേക്കൊന്നും അതിന് സ്വാധീനം ഉണ്ടാവില്ല. ഇതേപോലെ മലക്കുകളുടെ ആ ഒരു ശക്തിയിൽ ഒരിക്കലും അത് വേറൊരു സംഗതിയിലേക്ക് പോകാത്ത വിധത്തിൽ പൂർണ്ണമായിട്ടും അതങ്ങനെ തന്നെ പൊതിഞ്ഞ നിലയിൽ കട്ടിയായിട്ട് നിലകൊള്ളുന്നതാണ്. ഞാനത് വേറെ ആയത്തോതി ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അഷിദ്ദാഉ അലൽ കുഫാർ. മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ്. അദ്ദേഹം കുഫാരിങ്ങളിൽ ഷദീദാണ്. കുഫാരിങ്ങൾ ഷദീദ് പറഞ്ഞാൽ കുഫാരിങ്ങളുടെ ഒരു ശക്തി ഇങ്ങോട്ട് എടുക്കില്ല, കുഫാറിന്റെ മേലെ അങ്ങോട്ട് ശക്തി ഇടുകയുള്ളൂ ചെയ്യാം. ഇപ്പൊ കല്ലും ചില്ലും എടുത്താലും, ചില്ലിൽ കല്ലിട്ടാലും, കല്ലെടുത്ത് ചില്ലിലിട്ടാലും ചില്ലാണോടെ, അതിലെ ഷദീദ് കല്ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും ഷദീദാണെന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ആളുകൾ മറ്റുള്ളവരുടെ സ്വാധീനം ഒരിക്കലും ഇങ്ങോട്ട് എടുക്കില്ല. അതേസമയത്ത് തങ്ങളുടെ സ്വാധീനം അങ്ങോട്ട് കൊടുക്കും ചെയ്യും. അത് നബിമാർക്കും അള്ളാഹുവിന്റെ പുണ്യദാസന്മാർക്കുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് അവരുടെ ഇടയിൽ നമ്മൾ പോയിരിക്കുമ്പോൾ നമ്മൾ നന്നാവുന്നത്. നമ്മളുടെ സ്വാധീനം അവർക്ക് കിട്ടില്ല, അവരുടെ സ്വാധീനമാണ് നമ്മളുടെ ഇടയിലുണ്ടാകുക. ഈ ഒരു കഴിവിൽ നിന്ന്, ഈ ഒരു നിലയിൽ അതിനെ പൊതിഞ്ഞു വെച്ച നിലയിലാണ് മലക്കുകളുള്ളത്. മറ്റൊരു സംഗതി ഞാൻ ഇടയിൽ പറഞ്ഞിരുന്നു, അതിന്റെ എണ്ണം ഒരിക്കലും, എത്ര എണ്ണാണ് മലക്ക്, എവിടെ എങ്ങനെയാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. മലക്കുകൾ അത്രയും കൂടുതലാണ് ഉള്ളത്. ഇനി അവർക്കുള്ള പ്രവർത്തികൾ എപ്പോഴും സ്ഥിരമാണ്. ഒരു വിഭാഗം മലക്കുകൾക്ക് അവർക്ക് എന്ത് ജോലിയാണോ അള്ളാഹ് ഏൽപ്പിക്കുന്നത് ആ മലക്കിന്റെ ജോലി അത് തന്നെയാണ്. അള്ളാഹുവിന്റെ ഇംഗിതം മനസ്സിലാക്കിയാൽ ഓടാൻ അത് പ്രവർത്തന നിരതമാവും. അതിന്റെ മേലെയുള്ള മലക്കിൽ നിന്ന് അതിന് കൽപ്പന കിട്ടും. അള്ളാഹുവിന്റെ ഇംഗിതം മനസ്സിലാക്കുന്ന ഏറ്റവും അടുത്തുള്ള മലക്കൾ അത് 20 എണ്ണമാണ്. ആ 20ന്റെ കീഴിലുള്ള വലിയൊരു സൈന്യമാണ്. ഇപ്പൊ ജിബ്രീൽ എന്ന് പറയുമ്പോൾ ജിബ്രീലിന്റെ കീഴിൽ കോടിക്കണക്കിന് മലക്കളുണ്ട്. അപ്പൊ ജിബ്രീല് അള്ളാഹുവിന്റെ ആ ഇംഗിതം മനസ്സിലാക്കിയാൽ പ്രവർത്തന നിരതമാവും. പ്രവർത്തന നിരതമാകുമ്പോൾ അതിന്റെ താഴെയുള്ള മലക്കുകൾ ആ കോടിക്കണക്കിന് മലക്കുകളിൽ അത് ഉടനെ അതിന്റെ ഇൻഫ്ലുവൻസ് നടക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യും. ചെറിയ ഇത് പറയുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ട്. അതെന്താണ് മലക്ക്, എങ്ങനെയാണ് സിസ്റ്റം? ഇപ്പൊ 3000 ആളുകളുടെ സൈന്യത്തെ അതിജയിക്കുന്നതിന് വേണ്ടി 1000 ആളാണ് നമ്മുടെ മുസ്ലിങ്ങളുടെ സൈന്യത്തിലുള്ളത്.
അപ്പൊ അള്ളാഹ് അവിടെ പറയുന്നത് ഞാൻ 3000 മലക്കുകൾ ഇറക്കി. 3000 മലക്കുകൾ ഇറക്കുമ്പോൾ ഓരോ ആളുടെ അടുത്തും അത് ഏറ്റവും ശക്തി കുറഞ്ഞ മലക്കുകളാണ്, വലിയ മലക്കുകളല്ല. അതിന് പരാമർശം പിന്നീട് വരും. ഓരോ ആൾക്കും ഓരോ മലക്കാണ് ഇറങ്ങിയത്. എന്താണ് മലക്ക് ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ ഇവരെ കുറിച്ചുള്ള പേടിയിട്ടുണ്ട്. ഇത് പ്രശ്നമാണ്, അങ്ങോട്ട് പോണ്ട എന്ന് പറഞ്ഞ് പേടി മനസ്സിലിട്ട് കൊടുത്തു. അതുകൊണ്ടാണ് അവർ തോറ്റത്. അല്ലെ 3000 ആൾക്കാരെങ്ങനെ 1000 ആൾക്കാരോട് തോൽക്കല്? മലക്കുകളുടെ പ്രവർത്തനം അതിന്റെ എവിടെയാണോ മർമ്മം അവിടെയാണ്. നമ്മൾ ബലൂണിന് പിന്നി വെച്ചോലെ, എത്ര വലുതായിട്ടുള്ളതാണ് ഒരു കുത്തു കൊടുത്താൽ അങ്ങനെ പൊട്ടിപ്പോകും. ഇതേപോലെ ആ മർമ്മത്തിൽ ആണ് മലക്കുകൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ പ്രവർത്തനത്തിന്റെ ശൈലി മേലെയുള്ള ഒരാൾക്ക് കൽപ്പന കിട്ടിയ അതിന്റെ താഴെയുള്ള ആള്, പിന്നെ അതിന്റെ താഴെയുള്ള ആള്, ഏറ്റവും ലാസ്റ്റുള്ള ആളുകൾ പ്രവർത്തന നിരതമാവും. ആ ഒരു ശൈലിയിൽ മലക്കുകളെ ഏൽപ്പിക്കപ്പെട്ട ജോലികൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രം, അത് ഒരു മലക്കിനെ ഒന്നും ഏൽപ്പിച്ച് നാളെ വേറൊന്നും ഏൽപ്പിക്കൂല. അള്ളാഹുവിന്റെ സിസ്റ്റത്തിൽ, അത് അള്ളാഹുന്റെ പ്രവർത്തനത്തിന്റെ ഒരു സിസ്റ്റമാണ്. അത് അതേ സിസ്റ്റത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ജീവിതത്തിലും അത് ആവശ്യമാണ്. നമ്മളൊരിക്കലും, ഞാൻ ഇടയിൽ ഒരു ചെറിയ കാര്യം മലക്കുന്ന ലേശം ഒന്ന് മാറ്റട്ടെ. നമ്മളിടയിൽ ഒരു ചെറിയ കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മളുടെ മദാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നമുക്ക് പ്രവർത്തിക്കാനുള്ളൊരു മേഖല, അത് മറികടന്ന് പ്രവർത്തിച്ച കുഴപ്പമുണ്ടാവും. ഇപ്പൊ ഒരു എഞ്ചിനിലെ ഒരു ഭാഗം, ഒരു പാർട്സ്, അത് പ്രവർത്തിക്കാതിരുന്നാലും എഞ്ചിൻ ഒരു പക്ഷെ ഓടിന്ന് വരും. തേയ്മാനം സംഭവിച്ചാലും ഓടിന്ന് വരും. പക്ഷെ അത് അവിടുന്ന് പോയിട്ട് ഒരു നെട്ടാവട്ടെ, ഒരു ബോൾട്ടാവട്ടെ, അതൊന്ന് പോയിട്ട് വേറെ സ്ഥലത്തേക്ക് പോയാൽ പൊട്ടിത്തെറിച്ചാണ്. അതേപോലെ ഇപ്പൊ നമ്മളുടെ ഒരു കുടുംബത്തിൽ വാപ്പ എന്നുള്ള സ്ഥാനത്ത് വാപ്പാന്റെ മദാറിൽ നിൽക്കണാണ്. അയാൾ കുട്ടിയാവാൻ പാടില്ല. അമ്മായിമാക്കുള്ള സ്ഥലമുണ്ട്, അവിടെ നിൽക്കണം. ഭാര്യക്കുള്ള സ്ഥലമുണ്ട്, അവിടെ നിൽക്കണം. ഭർത്താവിന്റെ സ്ഥലമുണ്ട്, അവിടെ നിൽക്കണം. അല്ലെങ്കിൽ സിസ്റ്റം പെട്ടെന്ന് ധമാക്ക പൊട്ടിത്തെറിയാണ് പിന്നുണ്ടാവും, ബോംബ് പൊട്ടിയാനുണ്ടാവും. ഇത് ജമാഅത്തിലൊരു ഒഹദേദാർ, ഒരാൾ തെർബിയത്ത് സെക്രട്ടറിയാണ്, അയാളെ സ്ഥലത്ത് നിൽക്കണം. അയാൾ പിന്നെ തെബിലിന്റെ കാര്യത്തിൽ പോയിട്ട് തലടാൻ പോരുത്. ഒരാളെ ഒക്കാറാമൽ സെക്രട്ടറിയാണ്, അയാൾ ഒക്കാറാമൽ ചെയ്യണം, അല്ലാതെ പോയിട്ട് എന്താ തെബിലി ചെയ്യാത്തതിന്റെ പിന്നാലെ നടക്കാൻ പോരുത്. കായിദിന്റെ പണിയെടുക്കണം, പ്രസിഡന്റിന്റെ പണിയെടുക്കണം. അവിടെ മദാർന്ന് മാറിയാൽ അവരുടെ ഒരു പ്രവർത്തന വൃത്തമുണ്ട്. ആ വൃത്തത്തിൽ നിന്ന് മാറിയാൽ പിന്നെ അവിടെ നടക്കുന്ന പൊട്ടിത്തെറിയാണ്. അള്ളാന്റെ സിസ്റ്റം അങ്ങനെയാണ്. ഇപ്പൊ വയറ്റിലുള്ള എന്തെങ്കിലും ഒരു സാധനം നേരെ കണ്ട് മേലക്ക് പരിപാടി തുടങ്ങിയാണ് വോമിറ്റാവും. താഴത്തേക്ക് പോണ്, താഴെ പോണ സാധനം നേരെ മേലക്കായി പോയി. അതിന്റെ പ്രവർത്തനത്തിൽ സ്വല്പം പ്രശ്നം വന്നാലാണ്. ഇത് മലക്കുകളുടെ ഒരു സിസ്റ്റമാണ്. അവർക്ക് അവരുടേതായ മേഖലകൾ നിർണയിച്ചിട്ടുണ്ട്. ആ മേഖലകളുടെ, ഞാനിത് ഇപ്പൊ തൽക്കാലം ഞാൻ പറഞ്ഞ വിഷയം കംപ്ലീറ്റ് നിങ്ങൾ മറക്കണത്, മലക്ക് തിരിച്ചു വരണം. അല്ലെങ്കിൽ അത് മണ്ടിയിലിട്ട് ചുറ്റിക്കൊണ്ടിരുന്ന മലക്ക് മനസ്സിലാവില്ല. ഞാൻ ഇപ്പൊ എവിടെയൊക്കെ മാറിക്കണമെന്നൊന്നും ആലോചിച്ചിരിക്കണ്ട. പ്രത്യേകിച്ച് ഈ ഔദ്യോഗിക പദവിയിലുള്ള ആൾക്കാർക്കൊക്കെ ചെറിയ പേടിങ്ങനെ ഉള്ളിൽ കൂടി കുടുങ്ങിക്കാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ. അത് മാറ്റിവെക്കുക തൽക്കാലം. അപ്പൊ മലക്കുകൾക്ക് അവരുടേതായിട്ടുള്ള ചില പ്രവർത്തന മേഖലകളുണ്ട്. ആ മേഖലയിൽ മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത്. ഖുർആൻ പറയുന്നു, ഖുൽ യതവഫാക്കും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. നീ പറയുക, യതവഫാക്കും നിങ്ങളെ മരിപ്പിക്കുന്നു, അൽ മലക്കിൽ മൗത്ത് അല്ലദീ വുക്കില ബിക്കും. മലക്കിൽ മൗത്ത് എങ്ങനെയാണ് മരിപ്പിക്കുന്നത്? ഏതൊരുവനെ അത് ഏൽപ്പിക്കുന്നുവോ അവൻ മൂലം. മലക്കിൽ മൗത്ത് അവിടെ ഉണ്ട്, അസ്രായേൽ. പക്ഷെ മലക്കിൽ മൗത്തിന്റെ കൽപ്പന കിട്ടുമ്പോൾ അതിനെ ഏൽപ്പിക്കുന്ന മലക്കാണ് പോയിട്ട് ഈ പണി ചെയ്യുന്നത്. അല്ലെങ്കിൽ സുനാമി എന്ന മലക്കിൽ മൗത്തല്ലേ ആദ്യം മരിക്കുക. അവിടെ ഇന്തോനേഷ്യയിൽ മരണം, ഇവിടെ വളാങ്കണ്ണിയിൽ മരണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് മലക്കിൽ മൗത്തിനെ പിന്നെ കാണാൻ കിട്ടില്ല. അപ്പൊ മലക്കിൽ മൗത്ത് അത് ഏൽപ്പിക്കുന്ന ആളുണ്ട്, അവരാണ് ഈ കാര്യം ചെയ്യുന്നത്. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, അതിനുശേഷം നിങ്ങൾ റബ്ബിലേക്ക് അവൻ മടക്കിക്കൊണ്ടു ചെല്ലും. അപ്പൊ അള്ളാഹുവിന്റെ ഈ ഏതൊരു ജോലിയാണോ ഒരാളെ ഏൽപ്പിച്ചിട്ടുള്ളത്, ആ ഏൽപ്പിച്ച കാര്യത്തിൽ മാത്രമാണ് മലക്കുകൾ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്തി, ളാലിമീങ്ങളെ പക്ഷെ നമ്മൾ അതിൽ ഒരിക്കലും പെടുത്താതിരിക്കട്ടെ. ഇതൊക്കെ ഓതുമ്പോ ആ പട പേടിയായി പോകും. നിസ്കാരത്തിലൊക്കെ ചിലപ്പോൾ ഓതുമ്പോ തെറ്റിപ്പോകും പേടിച്ചിട്ട്. നീ കാണുകയാണെങ്കിൽ ലാലിമീങ്ങളെ ഗമറാത്തിൽ മൗത്തിന്റെ ആ ഒരു ഭീകരമായിട്ടുള്ള രൂപമുണ്ട്,
ആ സമയത്ത് നീ ലാലിമികളെ കാണുകയാണെങ്കിൽ എന്തായിരിക്കും നിന്റെ സ്ഥിതി, ആ ഭീകരത എങ്ങനെയാണെന്നറിയോ? വൽ മലായികത്തു ബാസിത്തു ഐദിഹി, മലക്കുകൾ അവരുടെ കൈകൾ ഇവരുടെ ജീവനെ പിടിക്കാൻ നീട്ടി നിൽക്കുകയാണ്. അവിടെ ഒരു മലക്കല്ല പറഞ്ഞു, ഒരുപാട് മലക്കളാണ്. അഖ്രിജു അൻഫുസക്കും, ജീവനെ കൊണ്ടടാന്ന് പറയും അവരോട്. അത് പകർച്ചവ്യാധി, അപകടങ്ങൾ, ഇതൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് ചെറുതായിട്ട് ആ പിക്ചർ ഒന്ന് മനസ്സിലൊന്ന് ഇമേജ് കൊടുത്ത് നോക്കിയാലേ പേടിച്ചു പോകും. അള്ളാഹുവിന്റെ മലക്കൾ കൈ നീട്ടി കൊണ്ടടാ ജീവൻ എന്ന് പറഞ്ഞിട്ട് ഒന്നിച്ച് നിൽക്കുകയാണ്. ആ എടുക്കടാ നിന്റെ ജീവനെ. അൽയൗമ തുജ്സൗന അദാബൽ ഹൗനി ബിമാ കുൻതും, ഇന്ന് നിങ്ങൾക്ക് നിന്ദ്യതയുടെ ശിക്ഷ നൽകപ്പെടുകയാണ്. അതിന്റെ പ്രതിഫലമായിട്ട് നിങ്ങളുടെ നിന്ദ്യതയുടെ ശിക്ഷ കൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ പ്രതിക്രിയ നടക്കാൻ പോവുകയാണ്. ബിമാ കുൻതും തഖൂലൂന അലല്ലാഹ്, നിങ്ങൾ പറഞ്ഞിരുന്നു അള്ളാഹുവിന്റെ പേരിൽ ഗൈറൽ ഹഖി, സത്യമല്ലാത്ത കാര്യങ്ങൾ. വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, എന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ അഹംഭവിച്ച് മുമ്പോട്ട് നീങ്ങുന്നവരായിരുന്നു. ഇത് ആർക്കും കഴിച്ചിടാൻ പറ്റിയ സ്ഥലമല്ലാതെ അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിച്ച് മുമ്പോട്ട് നീങ്ങുക, അള്ളാഹിന്റെ പേരിൽ പറയാൻ പറ്റാത്തത് പറഞ്ഞു നടക്കുക, മലക്കിൽ മൗത്ത് അവന്റെ അടുത്ത് അള്ളാഹ് നിശ്ചയിച്ച മലക്ക് വരുമ്പോൾ നമ്മൾ പറയില്ല എടുക്കടാതെന്ന്, അതേപോലെയാണ് പറയുന്നത്. ജീവൻ കൊണ്ട് കൊണ്ട എന്നാണ് പറയുന്നത്. അവിടെ വെച്ച് നമുക്ക് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറയാൻ പറ്റില്ല. ചില ആൾക്കാർ ഇപ്പൊ ജമാഅത്തിലൊരു പരിപാടി ഒന്നും ഓവർ ടൈം കൊണ്ട് വരാൻ പറ്റില്ല അറിയാം. മലക്കിൽ മൗത്ത് വന്നാൽ എന്താ പറയാ, ഓവർ ടൈം ഉണ്ടെന്ന് വരാൻ പറ്റില്ല അറിയാൻ പറ്റുക. അതല്ലെങ്കിൽ ഇന്ന പണി ഉണ്ടെന്ന് പറയും. അപ്പണിന്ന് അയാളോട് പറയാൻ പറ്റില്ല. അവിടെ നിൽക്കുന്ന കൊണ്ടാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ എടുത്തിട്ട് കൊടുക്കണം, പിന്നെ പോയിക്കൊള്ളണം. ഞാനിവിടെ പറഞ്ഞു വന്നത് മലക്കിൽ മൗത്ത് പറഞ്ഞ ഒന്നാണെന്ന് നമ്മുടെ മനസ്സിൽ, അങ്ങനെയല്ല, അതിനെ ഏൽപ്പിച്ച് വന്നിട്ടുള്ള മലക്കൾ വേറെയുണ്ട്. അതിന്റെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് മലക്കുകളാണ് അതിന്റെ പ്രവർത്തനത്തിൽ. അത് എടുക്കുന്ന ആള്, പിന്നെ അത് എത്തിക്കുന്ന ആള്, അത് അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തിക്കുന്ന വേറെ. അതിന്റെ ഇടയിൽ ഒരുപാട് വില കണ്ണികളുണ്ട്. അവരാരും അവരുടെ ആ സ്വന്തം ആ പണിയല്ലാതെ വേറെ പണി അവർ ചെയ്യുന്നതല്ല. ആ പണി മാത്രമാണ് അവർ ചെയ്യുന്നത്. ഇതേ പ്രയോഗം മറ്റു പല സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. ഞാനതിലേക്ക് പിന്നെ പോവാണ്. ഇനി ഇവരുടെ ശക്തി വളരെ മനുഷ്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മഹദൂദ് അഥവാ പരിധിയിലോ ഉള്ളിലുള്ളത്. മനുഷ്യന്റെ ശക്തിക്ക് പരിധി നിർണയിച്ചിട്ടില്ല. അതായത് നമുക്കറിയില്ല അതിന്റെ പരിധി, നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ മലക്കിന്റെ ശക്തി എത്രയുള്ള വെച്ചാൽ അവർക്ക് പരിധിയുണ്ട്, അത് അവർക്ക് അറിയും ചെയ്യാം. അല്ലമ ആദമൽ അസ്മാ കുല്ലഹ സുമ്മ അറലഹും അലൽ മലായിക്ക, ആദമിന് ചില അസ്മാകൾ പഠിപ്പിച്ചു, എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു. സുമ്മ അറലഹും, അതിനുശേഷം പറഞ്ഞു അവരെ മേലെ അത് അവതരിപ്പിച്ചു. അലൽ മലായിക്ക, മലായിക്കത്തിന്റെ മേലെ. ഫഖാല അംബിഊനി ബി അസ്മായി ഹൗലാഇൻ കുന്തും സാദിഖീൻ, അപ്പൊ അള്ളാഹ് പറഞ്ഞു നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ഈ അസ്മാവിനെ നീ പറഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞു, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അവർ പറഞ്ഞു ഞങ്ങൾക്ക് അള്ളാഹ് നീ പഠിപ്പിച്ചു മാത്രമേ ഉള്ളൂ, വേറെ ഞങ്ങൾക്ക് ഒരു വിവരമില്ല, നീ എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്. സാന്ദർഭികമായി ആയത്തിന്റെ മറ്റൊരു കാര്യം കൂടെ ഇടയിൽ മനസ്സിലാക്കുന്നതല്ലാണ്. ഇതെന്തിനാ ഈ ആദമിനോട് പറയണ്ടേ? മലക്കുകളോട് അള്ളാഹിനെ നേരിട്ട് പറയാലോ. ആദമാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അള്ളാഹിന്റെ അസ്മാ, അള്ളാഹുവിന്റെ ഗുണനാമങ്ങളെ ആദമിനോട് പറയാൻ പറയുന്നതിന് പകരം അള്ളാഹ് തന്നെയാണ് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. അള്ളാഹ് പറഞ്ഞു കൊടുത്താൽ ഉൾക്കൊള്ളാൻ പറ്റിയതല്ല അള്ളാഹിന്റെ നാമം. അള്ളാഹിന്റെ നാമം അനന്യമാണ്. അതിലെ ആദമിന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ അത്ര നാമമുള്ളൂ മലക്കൾക്ക് താങ്ങാൻ പറ്റുള്ളൂ. മലക്കൾക്ക് ഉൾക്കൊള്ളാനുള്ള അവരുടെ കപ്പാസിറ്റി ആദമ് പറഞ്ഞു കൊടുക്കുന്ന നാമമുള്ളൂ. അള്ളാഹിന്റെ മുഴുവൻ നാമം അവർക്ക് കൊടുക്കാൻ കഴിയില്ല. അള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ മുഴുവൻ നാമങ്ങളെയും പറയണം. അത് എത്ര നാമമാണ് എന്നൊരിക്കലും നമുക്ക് നിർവചിക്കാൻ സാധ്യമല്ല. അത് 6000 എന്ന് ഒരു ഹദീസിൽ വരുന്നുണ്ട്. അത് മനുഷ്യന് ലഭ്യമായിട്ടുള്ള, മനുഷ്യനിലേക്ക് അള്ളാഹുവിൻ സിഫത്ത് ഒന്ന് പിന്നെന്ന് തുടങ്ങാം. അള്ളാഹിന്റെ ഗുണനാമം എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇവിടെ പ്രവർത്തിക്കുന്നതിന് നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒന്ന്. ഇപ്പൊ ഇയാൾ മാഷാണെന്ന് പറഞ്ഞാൽ മാഷ പണിയെടുക്കുന്നുണ്ട്, അതുകൊണ്ട് അയാൾക്ക് മാഷെന്ന് പേര് കൊടുത്തു. ഇയാൾ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞാൽ എഞ്ചിനീയറെ പണിയെടുക്കുന്നതുകൊണ്ട് അയാൾക്ക് എഞ്ചിനീയർ എന്ന് പേര് കൊടുത്തു.
ഇതേപോലെ അള്ളാഹു തന്റെ സൃഷ്ടികളോട് ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു തന്നെ ഒരു നാമം വെച്ചിരിക്കണം. അത് തിരിച്ചറിയാൻ കഴിയും. അതാണ് അള്ളാഹുവിന്റെ ഗുണനാമം. ആ ഗുണനാമങ്ങൾ 6000 എന്നാണ് ഒരു ഹദീസിൽ വന്നിട്ടുള്ളത്. അള്ളാഹ് അത് മനുഷ്യനുമായി ബന്ധപ്പെട്ടത് അല്ലാത്ത വേറെ നമ്മളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ 6000 അപ്പം സാധാരണ രീതിയിൽ 100 ഗുണനാമുണ്ട്, 99 ഉണ്ട്. അത് കാണാൻ പഠിച്ചു വെച്ചാൽ അള്ളാഹ് നാമൊക്കെ പഠിച്ചു എന്നൊക്കെ വിചാരിക്കാറുണ്ട്. അത് വേറെ ഒരു അത് നമുക്ക് മനസ്സിലാക്കി തന്ന ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണത്. ഓരോരുത്തർക്കും പ്രത്യേക നാമങ്ങൾ അള്ളാഹ് പഠിപ്പിക്കാറുണ്ട്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇതുവരെ ആർക്കും കൊടുക്കാത്തൊരു നാമം മസീഹ് അർ-റഫീ എന്ന അള്ളാഹുവിന്റെ നാമം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് പഠിപ്പിച്ചു എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. റഫീഖ് എന്ന നാമം. ഇനി ആ തദ്കിറയിൽ അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അള്ളാന്റെ ഒരു ഗുണം, മലക്കുകളുടെ ഒരു ഗുണം അത് മഹദൂദാണ്, അത് പരിമിതികളുള്ളതാണ്. മനുഷ്യന്റേത് പരിമിതമല്ലാത്തതാണ്. ആദമിന് ഈ നാമങ്ങൾ പഠിപ്പിച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞു കൊടുക്കാതെ മലക്കുകളുടെ പരിമിതി അനുസരിച്ചാണ് ആദമിനെ കൊണ്ട് അക്കാര്യം അവിടെ വിവരിച്ചു കൊടുക്കുന്നത്. അല്ലാതെ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇൽമില്ല, ഈ തന്നത് മാത്രമേ ഞങ്ങൾക്ക് ഇൽമുള്ളൂ, അല്ല ഞങ്ങൾക്കൊരു ഇൽമു ഇല്ല എന്നവർ പറയുന്നുണ്ട്. ഇനി മറ്റൊരു സംഗതി, മലക്കുകളുടെ പരിധിയെക്കുറിച്ച് വേറെ ഒരു അത് പരിധി പറഞ്ഞാൽ ഗുണനാമം ഉൾക്കൊള്ളാനുള്ള കഴിവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ 1, 2, 3 ഇങ്ങനെ എണ്ണിപ്പോയാല് കോടി കോടാനക്കോടി അത്ര എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, അനന്യമാണ്. അതേസമയത്ത് 1, 1, 2, 2, 2, 4 അതവിടെ നിൽക്കുന്നുണ്ട്. ഈ അഗണ്യമായിട്ടുള്ള പരിമിതി മലക്കുകൾക്കില്ല എന്നുള്ളത് മാത്രമല്ല, 1, 1, 2 എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പരിമിതിയിലും മലക്കളെ തളച്ചിട്ടിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ ഈ കന്നിനെ കെട്ടിയിടാറുണ്ട് കുറ്റിയടിച്ചിട്ട്. അപ്പൊ അതിന്മേൽ കയറ്, നീളമുള്ള കയറ് കെട്ടിയിട്ട് കാളനെയോ ആടിനെയോ ഒക്കെ കെട്ടിയിടും. അത് അതിന്റെ 4 ഓറങ്ങനെ ചുറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് വെള്ളന്റെ അവിടേക്ക് ഒന്ന് കയറ് പിടിച്ചിട്ട് ഇങ്ങനെ നിന്ന് വെക്കും. അടുത്ത് നമ്മൾ കൃഷി സ്ഥലത്തേക്ക് ഒന്ന് നിന്ന് വെക്കും. അവിടുന്ന് ഒരടി ഇപ്പുറത്തേക്ക് കൊടുത്തിട്ട് കുറ്റിയടിക്കും. അപ്പൊ ആടെങ്ങനെ പോയാലും അല്ലെ കാള എങ്ങനെ പോയാലും അത് കൃഷി സ്ഥലത്തേക്ക് എത്തൂല. അപ്പൊ അതിനൊരു വട്ടത്തിൽ ഇങ്ങനെ തീരും. ഇതേപോലെ മലക്കുകൾക്കൊരു വട്ടവും അവരുടെ ശക്തിക്ക് അള്ളാഹു വെച്ചിട്ടുണ്ട്. മനുഷ്യനത് വെച്ചിട്ടില്ല. മനുഷ്യന് അതിന്റെ അപ്പുറത്ത് അവന് പോകാനുള്ള കഴിവുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. കുറെ ആൾക്കാർക്ക് ഇത് കയ്യോ ഉടച്ചോനെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ കഴിയും, അധികം സമയമല്ല, ഇപ്പൊ കഴിഞ്ഞോളും. ഒന്നാമതെന്ന് വെച്ചാല് നമ്മള് നേരിട്ട് നമ്മൾ ബന്ധപ്പെടാത്ത സാധനങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമ്മളൊരിക്കലും ജീവിതത്തിൽ ബാക്കിയുള്ള വിഷയമൊക്കെ നമ്മൾ ദിവസം കാണുന്ന കാര്യങ്ങളായി. അതുകൊണ്ട് കൂടെ വരാൻ സ്വല്പം പ്രയാസം ഉണ്ടാവും, പ്രയാസപ്പെട്ടേ പറ്റുള്ളൂ. കാരണം ഇനി നേരിട്ട് ബന്ധം മനസ്സിലാക്കണേ ഇത് മനസ്സിലായാലേ പറ്റുള്ളൂ. ഈ ഓരോ കാര്യങ്ങളും എടുത്തിട്ടാണ് നമ്മളെ നേരിട്ടുള്ള ബന്ധത്തെ ഇനി പറയാൻ ഉള്ളത്. അതുകൊണ്ട് ഇത് ഏകദേശം മനസ്സിൽ നിങ്ങൾ ഉണ്ടായിരുന്നാൽ മതി. ബാക്കി പിന്നീട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വരും. മലക്കൾ ഒരിക്കലും ആലിമുൽ ഗൈബല്ല, പരോക്ഷമായ കാര്യങ്ങളെ അറിയുന്നവനല്ല. അത് ഖുർആൻ തന്നെ പറയും, വയൗമ യഹ്ശുറുഹും ജമീഅൻ സുമ്മ യഖൂലു ലിൽ മലായികത്തി അഹാഉലായി ഇയ്യാകും കാനൂ യഅ്ബുദൂൻ. അന്നാളിൽ നിങ്ങൾ ഓർക്കുക, അന്നാളിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കും. അതിനുശേഷം മലക്കളോട് ചോദിക്കും, ഈ വിഭാഗം നിങ്ങളെയാണോ ആരാധിച്ചിരുന്നത്? മലക്കളെ ആരാധിക്കുന്ന വിഭാഗമുണ്ട്. അപ്പൊ അവര് പറയും, ഖാലു സുബ്ഹാനക അൻത വലിയുനാ മിൻ ദൂനിഹി. റബ്ബേ, നീ പരിശുദ്ധനാണ്. ഞങ്ങൾ ആരാധിച്ചിരുന്നെന്ന് പറഞ്ഞാൽ മതി, അവർക്ക് അറിയുമെങ്കിൽ. പക്ഷെ പറയണില്ല. റബ്ബേ, നീ പരിശുദ്ധനാണ്. അൻത വലിയുനാ മിൻ ദൂനിഹിം, ഞങ്ങൾക്ക് അവരോട് എന്ത് ബന്ധമാണ്? നീയാണ് ഞങ്ങളുടെ വലി. അവരൊഴിവാക്കി നീയാണ് ഞങ്ങളുടെ വലി. ബൽക്കാനു യഅ്ബുദൂനൽ ജിന്ന അക്സറുഹും ബിഹിം മുഅ്മിനൂൻ. അവർ ജിന്നുകളെ ആരാധിച്ചിരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അവരിൽ അധികം ആളുകളും ജിന്നിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരുമാണ്. മലക്കെന്ന് വിചാരിച്ച് വിശ്വസിച്ചിരുന്ന ജിന്നിനെയാണ്. ചെറിയൊരു കാര്യം തബ്ലീഹിന്റെ രംഗത്തോടുണ്ട്. ദൈവമല്ലാതെ ആരാധിക്കപ്പെടുന്ന ആളുകളൊക്കെ മരിച്ചതാണെന്ന് പറയും. നമ്മളൊരു ആയത്ത് ഓതിയിട്ട് വല്ലദീന യദൂന മിൻ ദൂനില്ലാ. അപ്പൊ മലക്കുകളുടെ ജനങ്ങൾ ആരാധിച്ചിട്ടുണ്ട്, അപ്പൊ മരിച്ചിക്കണമെന്ന് ചോദിക്കും. സംവാദങ്ങളിലൊക്കെ ഇടുന്നൊരു സംഗതിയാണ്. മലക്കുകൾ ആരാധിച്ചായിട്ട് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ അവര് മരിച്ചിട്ടുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിക്കും. നമ്മളെ കോയമ്പത്തൂർ സംവാദത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടി കൂടിയാണ് ഈ ആയത്ത്. അവര് ഇതിന്റെ താഴെയുള്ള ആയത്തിൽ പറയുന്ന അവരവരുടെ ഊഹാപോഹങ്ങളെ പിൻപറ്റിക്കൊണ്ട് ആരാധിക്കുന്നവരെ ജിന്നിനെ മലക്കാണെന്ന് കരുതിയിട്ട് ആരാധിച്ചവരാണ്.
അതിനിടയിൽ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇവിടെ അവർ ആലിമുൽ ഗൈബല്ല എന്നാണ് അവർ വ്യക്തമായിട്ടും. അതിനുവേണ്ടി അവരെ വെച്ചിരിക്കുകയാണ്. ആ ഒരു വിവരം അള്ളാഹ് കൊടുക്കുകയാണ് അവർക്ക്. അതിന് നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യം അറിയാൻ വേണ്ടിയാണ് അവരെ വെച്ചിട്ടുള്ളത്. അതാണ് അവരുടെ സിസ്റ്റം അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന പാപങ്ങളെ അവരറിയാൻ വേണ്ടിയിട്ടുള്ള മലക്കിന്റെ വ്യൂഹമാണ്. നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർ കാണണം. അത് കാണുമ്പോൾ ഉടനെ തന്നെ അല്ല എല്ലാവരും നടന്ന് ഇസ്തിഗ്ഫാർ ചെയ്യില്ല. നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് കാണുന്നതോടുകൂടി അള്ളാഹുവിന്റെ മലക്കുകളും അതിന്റെ കൂടെ ചേർന്നിട്ട് നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാം. അങ്ങനെയാണ് അത് നേരിട്ട് കാണുന്നതാണ്. ഗൈബല്ല, നേർക്ക് നേരെ കാണുന്നതാണ്. അതിനുവേണ്ടി നിശ്ചയിച്ച ആളാണ്. ഇനി ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകം മലക്കുകളാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് അവരുടെ ഡ്യൂട്ടികൾ വേറെ വിധത്തിലാണെന്നാണ്. അങ്ങനെയല്ല, ഇനി പറയാൻ പോകുന്നതല്ല. പിന്നെ ഏത് കാര്യത്തിനാണോ ഇപ്പോ വേദന ഉണ്ടാകാൻ അതിന് മലക്ക്, വേദന മാറാൻ വേറെ മലക്ക്, നമ്മൾ നടക്കുമ്പോൾ സഹായിക്കാൻ വേറെ മലക്ക്, ഇരിക്കുമ്പോൾ സഹായിക്കാൻ വേറെ മലക്ക്, ഒരു ഇതിന്റെ ടേസ്റ്റ് അറിയിക്കാൻ ഒരു മലക്ക്, അനുഭൂതി അറിയിക്കാൻ വേറെ മലക്ക്. ഇങ്ങനെ ഓരോ കാര്യത്തിനും പ്രത്യേകം മലക്കുകളെ അള്ളാഹു ഓരോ സംഗതിക്കും. പ്രധാനമായിട്ട് വെള്ളത്തിന് ബുർദത്ത് അഥവാ അതിന് തണുക്കുന്ന ശീതീകരണം എന്ന ഗുണമാണ് അതിനുള്ളത്. അതിനെ തിളപ്പിച്ചാലും തീന്റെ പുറത്തിട്ട് അത് കെട്ടുപോകും. ഈ ശീതീകരണം എന്ന ഗുണത്തെ പ്രകടിപ്പിക്കാൻ അതിൽ വെച്ചിരിക്കുന്ന മലക്കിനെയാണ്. അതിനെ മാറ്റാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കൽപ്പിച്ചത് ചെയ്യുകയും അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിക്കാതിരിക്കുന്നതും ചെയ്തവരാണ് മലക്കുകൾ. ആ മലക്കുകളാണ് അതിന്റെ ഓരോ കണത്തിലും പ്രവർത്തിക്കുന്നത്. ആ ശീതീകരണം എന്നുള്ള ഗുണത്തെ ഒന്നുകൊണ്ട് മാറ്റാൻ നിവൃത്തിയില്ല. ആ വെള്ളം എന്ന നിലയിൽ മാറ്റാൻ നിവൃത്തിയില്ല. അതിനെ തിളപ്പിച്ച് ചൂടാക്കി 100 ഡിഗ്രി ഉണ്ടെങ്കിലും അത് തീന്റെ പുറത്ത് ഒഴിക്കുമ്പോൾ അത് തണുക്കും. അതേപോലെ എല്ലാ വസ്തുക്കൾക്കും അള്ളാഹു പ്രത്യേകം മലക്കുകളെ നിർത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. മലക്കിന്റെ അസ്തിത്വത്തെക്കുറിച്ച് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ഞാൻ പിന്നീട് ക്ലാസ്സിന്റെ ലാസ്റ്റിൽ കേൾപ്പിക്കുമ്പോൾ കാര്യം മനസ്സിലാവും. ഞാൻ ഇപ്പത്ര മനസ്സിലാക്കുക ഒന്ന് വേറെയാണ് എന്ന് മാത്രം. ഹദീസിൽ വരുന്നു, ഹദരത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, താങ്കൾക്ക് ഉഹദിലാണല്ലോ ഏറ്റവും വലിയ ദുഃഖം സംഭവിച്ചത്. അതായത് ഒരാണി തലയുടെ ഇവിടെ തറച്ചു കയറി, പല്ല് 2 പൊട്ടിപ്പോയി, ശത്രുവിന്റെ അടിയുടെ ആഘാതത്താൽ ബോധരഹിതനായി വീണു, ശത്രുക്കൾ മരിച്ചു എന്ന് പ്രഖ്യാപിക്കുക ചെയ്തു. അപ്പൊ ആ ഒരു രംഗാണ് റസൂലുള്ളാഹിനെ ഏറ്റവും കൂടുതൽ വേദനിച്ചത് അല്ല റസൂലുള്ളാഹി എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെയല്ല, യൗമെ അഖബയിലാണ് മക്ക ആളുകൾ എന്നെ നിഷേധിച്ചു. അഖബയുടെ ദിനം എന്നെ നിഷേധിച്ചു. എനിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു റെസ്പോൺസും ഇല്ലാതായപ്പോൾ ഞാൻ വളരെയധികം സങ്കടപ്പെട്ടു. അങ്ങനെ അബ്ദു യഇലയിൽ എന്ന ഖൗമിലേക്ക് ഞാൻ പോയി. അവരും ഒരു വിധത്തിലുള്ള റെസ്പോൺസ് എനിക്ക് തന്നില്ല. അപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം ജീവിതത്തിലുണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ സന്ദേശം ഒരാൾ സ്വീകരിക്കാതിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ദുഃഖം. തനിക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പരിക്കുപറ്റി അതിന് ദുഃഖമായിട്ട് പറയുന്നില്ല. അപ്പോ ആ സമയത്ത് ഇത് വിവരിക്കുന്ന ഹദീസില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ വിളിയവർ തിരസ്കരിക്കുകയും എന്നെ അങ്ങേയറ്റം ഒരു വിധത്തിലുള്ള സ്വീകരണമില്ലാത്ത, ഞാൻ പറഞ്ഞ ഒന്നും ചെവിക്കൊള്ളാതിരിക്കുകയും ചെയ്തപ്പോൾ ഞാൻ അങ്ങേയറ്റം ദുഃഖിതനായി, അങ്ങേയറ്റം ഖിന്നനായി. ആ സമയത്ത് ഞാൻ അങ്ങനെ മക്കയിൽ നിന്ന് തിരിഞ്ഞ് അബ്ദ് ഏലിലേക്ക് പോയി. അവിടുന്ന് ഞാൻ എങ്ങിട്ടാ പോവാ, ഇനി ആരോടത് പറയാൻ വിചാരിച്ചു നടക്കാൻ. പോകുന്ന സ്ഥലത്തൊന്നും ആരും കേൾക്കണില്ലല്ലോ റബ്ബേ. അങ്ങനെ എവിടേക്കാണ് തിരിയേണ്ടത് പോലും എനിക്കറിയാതെ ഞാൻ എവിടേക്കും അല്ലാത്തൊരു പോക്ക് പോയി. അപ്പോഴേ ജിബ്രീല് എനിക്ക് ആകാശത്ത് ഒരു മേഘത്തിന്റെ കഷ്ണം വന്നു. ആ കഷ്ണത്തിൽ ജിബ്രീൽ ഇരിക്കുന്നുണ്ട്. ആ മേഘത്തിന്റെ ഒരു ഭാഗം അവിടെ ജിബ്രീൽ ഇരിക്കുന്നത് കാണുകയാണ്. അങ്ങനെ ജിബ്രീല് എന്നോട് ചോദിക്കുകയാണ്, അള്ളാഹു നിന്റെ
സമുദായത്തിന്റെ ഈ നിലപാട് കേൾക്കുകയും കാണുകയും അതിനെ എതിർത്തവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി നിന്റെ അനുവാദം ചോദിക്കാൻ എന്നെ വിടുകയും ചെയ്തിരിക്കുകയാണ്. മലയുടെ മലക്കുകളുണ്ട്. അതായത് അതിന് നേരെ അഹ്സബൈൻ എന്നാണ് മക്കയിലുള്ള ആ മലയുടെ രണ്ട് ഭാഗത്തുള്ള മലനെ കുറിച്ച് പറയുന്നത്. അഹ്സബൈന്റെ അത് ഞാൻ അബ്സഹീൻ എന്നാണെന്നോ അഹ്ബസീനാണോ അസ്ബഹീനാണോ ഞാൻ മറന്നുപോയി. ഏതായാലും ബാവുഷീനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും. ആ രണ്ട് മലകളുടെ മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ചു കഴിഞ്ഞു അതിനെ അടുപ്പിക്കണം. അടിച്ച് നെരുക്കിയിട്ട്, അതായത് എന്താ ഉണ്ടാകാൻ പോകുന്നത്? ഭൂകമ്പം ഉണ്ടാവും. ഭൂകമ്പം ഉണ്ടാകുന്നതോടുകൂടി മലകൾ ഇളകും, ഒന്നിച്ച് നിലം പരിശായി കളയും കംപ്ലീറ്റ്. അതിനുള്ള കൽപ്പന കൊടുത്തു കഴിഞ്ഞിരിക്കുന്ന ആ മലക്കുകളോട് നിന്റെ അനുവാദം ചോദിക്കാൻ വേണ്ടി എന്നെ വിട്ടതാണ്. ഈ ഹദീസിന് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? അൽ ബദായ വന്നഹായ എന്ന ഗ്രന്ഥത്തിലാണ് അതുള്ള ഹദീസ്. അതായത് മലകളെ അടുപ്പിക്കാൻ വേണ്ടി മലക്ക് വേറെ, ഈ കാര്യം ചോദിക്കാനുള്ള ആള് മലക്ക് വേറെ. അപ്പൊ മലക്കുകൾ ഓരോന്നിനെ പ്രത്യേകമായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് ഭൂകമ്പം ഉണ്ടാക്കുന്ന മലക്ക് വേറെ തന്നെയാണ്. അള്ളാഹ് ഒരേ മലക്കാണ്. ഇപ്പൊ ജിബിലിനോട് തന്നെ പറഞ്ഞപ്പോൾ കൂട്ടി അടിപ്പിച്ചിട്ട് വന്ന് പറഞ്ഞപ്പോ അതെ കിട്ടിയിട്ട് വേണം എനിക്ക് പോയി അടിക്കാനെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല നടക്കുന്നത്. മലക്ക് രണ്ടും അള്ളാഹുവിന്റെ ആ സിസ്റ്റം മനസ്സിലാക്കിയാൽ നമ്മുടെ ഏതൊരു പ്രയാസത്തിനും അവിടെയുള്ള സിസ്റ്റത്തിൽ മലക്ക് പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒന്നിനും പേടിക്കേണ്ടതില്ല. നമ്മളെ സഹായിക്കാൻ വേണ്ടി മാത്രം ആണ് മലക്കിനെ വെച്ചിട്ട് വേറെ ഒന്നിനുമല്ല. മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹ് മലക്കിന്റെ സിസ്റ്റം വെച്ചിട്ടുള്ളത്. നമ്മൾ അള്ളാഹുലേക്ക് എത്തണം, നമ്മൾ സമാധാനത്തിലിരിക്കണം, നമ്മൾ പ്രശ്നത്തിലൊന്നും അകപ്പെടരുത്. അള്ളാഹിന് എത്ര വലിയ കാരുണ്യം ആലോചിച്ചു. ഈ സിസ്റ്റത്തെ അള്ളാഹ് വെച്ചിരിക്കുന്നത് വൈജ്ഞാനികമായി മനപ്പായ സ്വന്താനല്ല, മറിച്ച് നമ്മള് അതിലൊരു അനുഭൂതി കണ്ടെത്താനുമല്ല, മറിച്ച് നമ്മളുടെ ഓരോ കാര്യത്തിനും പ്രത്യേകം മലക്കുകളെയാണ് അള്ളാഹു നമുക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. അത് പറയാൻ വേണ്ടിയാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. ഓരോ കാര്യത്തിനും പ്രത്യേകം ആയിക്കൊണ്ട് മലക്കുകളെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഇനി ഓരോ മലക്കുകളും പ്രത്യേകം സിഫത്തുകൾ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട്. ഒരു പ്രധാന മലക്ക്, ആ മലക്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് മലക്കുകൾ അള്ളാന്റെ ഒരു സിഫത്തിനെ വെളിപ്പെടുത്താൻ വേണ്ടി. അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ ഫാത്തിറസ് സമാവാതി വൽ അർളി വജാഇലിൽ മലായികത്തി റുസുലൻ ഉലി അജ്നിഹത്തിൻ മസ്ന വസുലാസ് വറുബാ യസീദു ഫിൽ ഖൽഖി മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സർവസ്തുതിയും സർവശക്തനായ അള്ളാഹുവിനാകുന്നു. അവനാണ് സൃഷ്ടിച്ചത് ആകാശങ്ങളെയും ഭൂമിയെയും. മലക്കുകളെ ദൂതന്മാരായി നിയോഗിച്ചവനും അവനാണ്. മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ദൂതന്മാരെ നിയോഗിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല വായിക്കുമ്പോൾ. എന്താ മലക്കുകളിൽ നിന്നുണ്ടാവും വിചാരിക്കും. അള്ളാഹുവാണ് മലക്കുകളിൽ നിന്നും അവന്റെ ദൂതന്മാരെ നിയോഗിക്കുന്നത്. ആ നിയോഗിച്ചത് എങ്ങനെ? ഉലു അജ്നഹത്തിൻ, അവര് ചിറകുകളുള്ളവരാണ്. പ്രത്യേകമായിട്ട് അവർക്ക് ചിറകുകളുണ്ട്. അത് മസ്ന വസുലാസ വറുബ, അത് ഇരട്ടയാണ്, മൂന്നെണ്ണം കൂടിയതാണ്, മുമ്മൂന്നാണ്, നന്നാലാണ്. അപ്പൊ ഈ രണ്ടും മുമ്മൂന്നും നന്നാലും ചിറകുകളുള്ള മലക്കുകളാണ്. യസീദു ഫിൽ ഖൽഖി മാ യശാ, അള്ളാഹ് ഇഷ്ടിക്കുന്ന സ്ഥലത്ത് അതിൽ അള്ളാഹ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹ് എല്ലാ കാര്യങ്ങൾക്കും അവൻ ഉദ്ദേശിക്കുന്ന ഏതൊരു കാര്യത്തിനും പൂർണ്ണമായും അതിന്റെ പരിണാമത്തിലേക്ക് എത്തിക്കുവാൻ ശക്തിയുള്ളവനാണ്. ഈ ആയത്തിൽ നിന്നും വളരെ കൃത്യമായി മനസ്സിലാവുന്ന ഒരു കാര്യം, അള്ളാഹുവിന്റെ ഈ ചിറക് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സിഫത്തുകളുടെ പ്രഭാവമാണ്. അല്ലാതെ മലക്കുകളിൽ നിന്നാണ്ട് ഇങ്ങനെ പറന്നുകൊണ്ട് നടക്കുന്ന സംഗതികളല്ല. അത് മറ്റൊരു ഭാഗത്തും ഖുർആൻ അത് വിവരിക്കുന്നുണ്ട്, ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ സിഫത്തുകളെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മലക്കുകളെ അള്ളാഹു അയച്ചത്. ആ മലക്കുകൾ ഒറ്റയായിട്ടും ഇരട്ടയായിട്ടും പല സിഫത്തുകളെയും പല വിധത്തിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു ആളുകളെ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് വരെയുള്ള പ്രവാചകന്മാർക്ക് അള്ളാഹുവിന്റെ പല സിഫത്തുകളെയും വെളിപ്പെടുത്തി കൊടുത്തു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഖുർആൻ ഇറക്കാൻ വന്നത് 6000 മലക്കുകളായിരുന്നു. അവസാനത്തെ ശരീഅത്ത് ഇറങ്ങുമ്പോൾ അത് ഹദീസിലുള്ളതാണ്, ഞാൻ നേരത്തെ പരാമർശിച്ച ഹദീസ്. 6000 സിഫത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മലക്കുകൾ മുഖേന അള്ളാഹു വെളിപ്പെടുത്തിയത് ഭൂമിയിൽ. ആ വെളിപ്പെടുത്തിയ സിഫത്തുകളെ ഓരോ സിഫത്ത് നമ്മൾ റഹ്മാനിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അതിനുവേണ്ടി അള്ളാഹ് നിശ്ചയിച്ച റഹ്മാനായ അള്ളാഹുനോട് ചോദിക്കുമ്പോൾ അത് നമുക്ക് കിട്ടും. റഹീമായ അള്ളാഹുനോട് ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരാൾ പാപം ചെയ്യുമ്പോൾ നമ്മളെന്താ വിചാരിക്കും, ഒരിക്കൽ പാപം ചെയ്ത് അള്ളാഹിനോട് ചോദിച്ച് അള്ളാഹ് പുറത്ത് നിന്ന് ഇനി ചെയ്താൽ ഇനിയിപ്പോ പൊറുക്കുമെന്നാവുന്നതാണ്. നമ്മളമാതിരി തന്നെയാണല്ലോ അള്ളാഹിനെ കൂട്ടല്ലേ. പക്ഷെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് വളരെ അങ്ങേയറ്റം മനസ്സിന് സ്വാതന്ത്ര്യം നൽകുന്ന സംഗതിയാണ്. നമ്മൾ ഒരിക്കൽ പാപം ചെയ്താല് അള്ളാഹ് ഗഫൂറാണ്. നമ്മൾ ആരും പാപം ചെയ്യാത്തവരാണ് ദുനിയാവിലുള്ളതെങ്കിൽ പാപം ചെയ്യുന്ന ആളുകൾ അള്ളാഹ് കൊണ്ടുവന്ന് പാപം ചെയ്യാനുള്ള അവസ്ഥ കൊണ്ടുവന്ന് അള്ളാഹിന്റെ ഗഫൂർ എന്നുള്ള സിഫത്തിനെ വെളിപ്പെടുത്തും എന്നുകൂടി മസീഹ് പറയുന്നത്. ഇടയിലൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, നമ്മൾ പാപം ചെയ്യാത്തവരാണെങ്കിൽ പിന്നെ ഗഫൂറാണ്ടല്ലോ അടച്ചാണ്. ചില ആൾക്കാർ നമ്മളൊന്നും ചെയ്യില്ലെന്ന് പറയും. അള്ളാഹിന്റെ ഗഫൂറായ സിഫത്ത് അവൻ അറിയില്ലെന്നാണ്, പിന്നെ അവന് ഗഫൂർ കിട്ടി അതിന് ബന്ധമില്ല. അതേസമയത്ത് റഹീമാണ്, വീണ്ടും വീണ്ടും പൊറുക്കുന്നവനാണ്, വീണ്ടും വീണ്ടും കരുണ ചെയ്യുന്നവനാണ്. ഒരാള് 1000 വർഷം ഒരാൾക്ക് ആയുസ് കിട്ടി 1000 വർഷവും പാപവും ചെയ്ത് 1000 വർഷവും തൗബ ചെയ്യുന്ന ഇഖ്ലാസോട് കൂടിയാണെങ്കിൽ 1000 പ്രാവശ്യവും 1000 വർഷവും അള്ളാഹു വീണ്ടും വീണ്ടും പുറത്തു കൊടുക്കുന്നതിനും വീണ്ടും വീണ്ടും കരുണ ചെയ്യുന്നവനാണ്. സയ്യിദുനാ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് നൽകിയ സാന്ത്വനമാണിത്. അപ്പോ ഈ കാര്യത്തില് അള്ളാഹുവിന്റെ റഹീമിയത്തിനെ വെളിപ്പെടുത്തുന്ന മലക്കുകൾ അത് തന്നെ വെളിപ്പെടുത്താൻ വേണ്ടി നിർത്തിയിരിക്കാം. അവർക്ക് പണി അതാണ്. അള്ളാഹുവിന്റെ ഗഫൂർ പിന്നെ പാപ പൊറുതി എന്നുള്ള അതിനെ വെളിപ്പെടുത്തുന്ന മലക്കൾക്ക് അതാണ് പണി. ആ ഒരു സിസ്റ്റത്തിൽ അള്ളാഹുവിന്റെ ആ സിഫത്തിനെ വെളിപ്പെടുത്തലാണ് അവരുടെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് അവരാക്കിയിട്ടുള്ളത്. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി 6000-ഓളം അള്ളാഹുവിന്റെ സിഫത്തുകളെ ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ നാം കാണുന്നു. ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് പറഞ്ഞ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു പോയിന്റാണ്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഖുർആനെ കുറിച്ചുള്ള വിവരം ജിബ്രീലിനേക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. ഖുർആനെ കുറിച്ചുള്ള വിവരം ജിബ്രീലിനേക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അതിന് കാരണം എന്താണ് മസീഹ് എന്ന് പറയുന്നത് അറിയാം. ജിബ്രീലിനോട് പറഞ്ഞ സിഫത്തുകളെ കുറിച്ച് അറിയാം. ആ വെളിപ്പെടുത്തുന്ന സിഫത്ത് അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട എല്ലാ മലക്കുകളും അവരുടെ സിഫത്തുകൾ വെളിപ്പെടുത്തുന്ന ആ വിവരങ്ങളൊക്കെ മസീഹ് അലൈഹി സ്വലാത്തു റസൂലുള്ളാഹിക്കുണ്ട്. അവർ പ്രവാചകൻ എന്ന് പറയും. അതാണ് അവിടെ നിന്നപ്പോ പറഞ്ഞ് ഇനി താങ്കൾക്ക് പോവാൻ, എനിക്കാണ്ട് പോകാൻ പറ്റില്ല. ആ അള്ളാഹുവിന്റെ പ്രഭാവത്തെ ഉൾക്കൊള്ളുവാനും അതിന് മുമ്പിൽ നിൽക്കുവാനുള്ള അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള ഇൽമെന്ന ആ പരിച, ഇൽമെന്നുള്ള ആ ഒരു ശക്തി നബി തിരുമേനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മിഅ്റാജ് റസൂലുള്ളാഹി അള്ളാഹിന്റെ അടുത്തേക്ക് എത്തുന്നത്. ജിബ്രീലിന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അത് മസീഹ് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു, അത് ഞാൻ ആലോചിക്കാറുണ്ടത്, ഇത് മസീഹ് മനസ്സിലാക്കിയിട്ടുണ്ടാവും, വേറെ ആർക്കും മനസ്സിലാവില്ല. പല മലക്കുകളുമായിട്ടുള്ള ബന്ധമുള്ള മസീഹ് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അല്ലാതെ പല സിഫത്തുകളും വെളിപ്പെടുത്തിയ പലതരത്തിലുള്ള മലക്കുകളുമായിട്ടുള്ള ബന്ധമുള്ള മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് റസൂലുള്ളാഹിനെ കുറിച്ച് മനസ്സിലാവും. നമുക്കവിടെ എത്താൻ കഴിയില്ല. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും തോന്നിയ ഒരു അനുഭൂതി നിർഭരമായിട്ടുള്ള ഒരു സംഭവം. ഞാൻ സൂക്ഷ്മം എന്ന് പറയാൻ കാരണം അതാണ്. അപ്പം അള്ളാഹുവിന്റെ, ഞാൻ പറഞ്ഞു വന്ന അള്ളാഹുവിന്റെ സിഫത്തുകൾ, വ്യത്യസ്ത സിഫത്തുകളെ വെളിപ്പെടുത്തുവാനുള്ള മലക്കുകൾ വ്യത്യസ്തങ്ങളാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് മലക്കുകൾ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോ മലക്കളുടെ ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സ്ഥാനത്തെക്കുറിച്ച് നോക്കുമ്പോൾ അതിന്റെ മെറ്റീരിയൽ എന്താണ്, അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നോക്കി ഇനി പ്രവർത്തനത്തിന്റെ ശൈലികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് നോക്കാനുള്ളത്. 13 തരം പ്രവർത്തനങ്ങളാണ് മലക്കുകളെ കുറിച്ച് ഖലീഫത്ത് മസീഹ് സാനി പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇത്ര വരെ പറഞ്ഞ കാര്യങ്ങളും അധികം എന്തെങ്കിലും നിങ്ങൾ ഉറങ്ങുമ്പോൾ ഒന്ന് തമാശ കൂട്ടിയെങ്കിലും ബാക്കിയുള്ളത് കഴിയുന്നതും ആ പുസ്തകത്തിൽ തന്നെ മലായികത്തുള്ള എന്ന സാനിയുടെ ബുക്കിൽ തന്നെ നിന്നുകൊണ്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. ചിലതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുസ്ലിമിന്റെ ഉദ്ധരണികളിലേക്കോ കശ്ഫിലേക്കോ പോയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ള ആ 13 ജോലി എന്തൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് ചർച്ച ചെയ്യാം.
എന്തെങ്കിലും ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനും തീരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്തൊരു നിലയിലാണ് ഞാനും ക്ലാസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാ മുഖഭാവങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കി തരാനുള്ള ഒരു ക്ലാസ് എനിക്കും ഇതിൽ പരിമിതിയുണ്ട്. സാധാരണ ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തരെയും മുഖം നോക്കിയിട്ട് ആർക്കും മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ചെയ്യാം.